التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ നല്ല നിലയിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീൻ നല്ല നിലയിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബത്തിൻ്റെ ഫഹമും അനുസരിച്ച് ദീൻ മനസ്സിലാക്കുക എന്നത് നാം ഓരോരുത്തരും കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അവർ ഓരോരോ വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തു, നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് മസായിലുകളെ കൈകാര്യം ചെയ്തത്, ആ നിലയിൽ ദീന് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനാണ് മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും സലഫി മൻഹജിലുള്ളവരാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ഔലവിയാത്ത് അനുസരിച്ച് നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ദീന് മനസ്സിലാക്കി ആ രൂപത്തിൽ തന്നെ ദീനിൻ്റെ മസായിലുകൾ പഠിക്കുകയും അവർ ആവേശം കാണിച്ച കാര്യങ്ങളിൽ നാം ആവേശം കാണിക്കുകയും അവർ ആവേശം ഉപേക്ഷിച്ച വിഷയത്തിൽ നാം ആവേശം ഉപേക്ഷിക്കുകയും വേണം. നമ്മുടെ ആവേശം അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം അനുസരിച്ച് ദീനിൻ്റെ വിഷയങ്ങളിൽ സംസാരിക്കുക അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക എന്നതല്ല, മറിച്ച് അവരെ പിൻപറ്റുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ദീൻ പഠിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇന്നത്തെ നമ്മുടെ ദർസിൻ്റെ വിഷയം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ തക്ഫീറുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയുന്ന നിലപാടുകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നതാണ്. ആ മസ്അല പരിപൂർണമായി സംസാരിച്ച് ഓരോരുത്തരും പറയുന്ന ദലീലുകളും അതിനുള്ള മറുപടികളും അത് പറയാൻ മാത്രം നമുക്ക് സമയം മതിയാവുകയില്ല. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാം. അവസാനത്തിൽ എന്തെങ്കിലും ഇഷ്കാലുകൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പറയാം. അതല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് അതിൻ്റെ മറുപടികൾ ഇൻഷാ അള്ളാഹ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന നിലയിൽ എന്തെങ്കിലും സംവിധാനങ്ങളും ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് തൗഹീദാണ്. ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദാണ്. പ്രവാചകന്മാരെ അയച്ചതും കിതാബുകൾ അല്ലാഹു അവതരിപ്പിച്ചതും എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തൗഹീദാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിൻ്റെ വിഷയത്തിൽ യാതൊരു ഇളവും ശർഅ് നൽകുന്നില്ല. തൗഹീദ് മനസ്സിലാക്കണം, തൗഹീദ് പഠിക്കണം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. തൗഹീദിലേക്കുള്ള ദഅവത്തും അതാണ് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചതിൻ്റെ ലക്ഷ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഗുരുതരമായ പാപം അത് ഷിർക്കാണ്. ഇതൊരു വിശ്വാസിയുടെ മനസ്സിൽ അടിയുറച്ചുണ്ടാകണം. ഷിർക്ക് സംഭവിച്ചു പോയാൽ അത് വളരെ ഗുരുതരമാണ്. അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനമായിട്ട് ഉണ്ടാകണം. ഇനി നമ്മുടെ ഈ മസ്അലയിലേക്ക് വന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, നാം മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴാണ് ഒരു വ്യക്തി മുസ്ലിം ആവുക എന്നതാണ്. എപ്പോഴാണ് ഒരു വ്യക്തി മുസ്ലിം ആവുക? ഇന്ന് തക്ഫീറുമായി ബന്ധപ്പെട്ട് ചിലർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില ശുബഹത്തുകളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് ഒരു വ്യക്തി മുസ്ലിം ആവുക? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ ഈ വിഷയം വളരെ വ്യക്തമായി വിശദീകരിച്ചതായി നമുക്ക് കാണാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ ഉമ്മയുടെയും വാപ്പയുടെയും മകനായി, അല്ലെങ്കിൽ ഉമ്മയോ വാപ്പയോ ഏതെങ്കിലും ഒരാൾ മുസ്ലിമായി അവർക്ക് മകനായി കുട്ടി ജനിച്ചതാണെങ്കിൽ ആ കുട്ടി മുസ്ലിമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വിഷയത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വളർന്ന ഒരു കുട്ടി, ഒരു ഉമ്മയുടെയും അല്ലെങ്കിൽ മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും കീഴിൽ വളർന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്തില്ല, പ്രായപൂർത്തി എത്തിയാൽ അല്ലെങ്കിൽ വകതിരുവെത്തിയാൽ ഷഹാദത്ത് പറയണം എന്നൊരു നിബന്ധനയും അവർക്കില്ല. അപ്പോൾ ഒരു മുസ്ലിം ആകാനുള്ള നിബന്ധനയിൽ അല്ലെങ്കിൽ എപ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക എന്ന ചോദ്യത്തിനുള്ള മറുപടി എന്താണ്? ഒരു മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി ഒരാൾ ജനിച്ചാൽ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുസ്ലിമാണ്. ഞാനിത് എന്തിനാണ് പറയുന്നത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വിശദീകരിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, ഇങ്ങനെയല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള സബബ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവേശിക്കുക? ഷഹാദത്ത് പറയുക, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുക. അപ്പോഴാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതായി പരിഗണിക്കപ്പെടുക. അത് കേവലം ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ പറഞ്ഞാൽ ആ വ്യക്തിയെ മുസ്ലിമായി ശർഅ് പരിഗണിക്കും.
ആ വ്യക്തിയെ മുസ്ലിമായി ശർഅ് പരിഗണിക്കും. എന്താണ് ഇതിന് തെളിവ്? ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീത്തിൽ, നിങ്ങളൊക്കെ ധാരാളമായി കേട്ട ഹദീത്താണ്. അദ്ദേഹം അൻസാരിയായ ഒരു വ്യക്തിയുടെ കൂടെ ഒരിക്കൽ യുദ്ധത്തിന് പോകുന്നു. യുദ്ധത്തിനിടയിൽ ഒരു ശത്രു അദ്ദേഹത്തോട് ശക്തമായി പോരാടുകയും ആ പോരാട്ടത്തിനൊടുവിൽ ഉസാമ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം ലഭിച്ചപ്പോൾ ആ സഹാബി അദ്ദേഹം സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഇന്നമാ ഖാലഹു ഖൗഫൻ മിനസ്സിലാഹ്, അദ്ദേഹം ഒരിക്കലും ഇസ്ലാം ആഗ്രഹിച്ചു വന്നവനല്ല, മറിച്ച് അദ്ദേഹം വാള് ഭയന്നുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആവർത്തിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു വ്യക്തിയെ നീ വധിച്ചു കളഞ്ഞത്? ഇപ്പോൾ ശർഇൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ മുസ്ലിമായി പരിഗണിക്കും. ശർഇൽ ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവനെ മുസ്ലിമായി പരിഗണിക്കും. ഈ ഒരു അസ്ല് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, ഈ തെളിവും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന കിതാബിൽ പറയുന്നതായി കാണാം, വമിനൽ മഅലൂമി ബിദ്ദറൂറ, ദീനിൽ അറിയപ്പെട്ട കാര്യമാണ്, അന്ന നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന യഖ്ബലു മിൻ കുല്ലി മൻ ജാഅഹു യുരീദു ദുഖൂല ഫിൽ ഇസ്ലാം അഷ്ശഹാദതൈനി ഫഖത്ത് വയഅസിമു ദമഹു ബിദാലിക് വയജഅലുഹു മുസ്ലിമ. ഏതൊരാൾ മുസ്ലിമാകാൻ ഉദ്ദേശിച്ചാൽ അവർ ചെയ്യേണ്ട ബാധ്യത എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. അതുകൊണ്ടാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആര് വന്നാലും, ഇപ്പോൾ മുനാഫിഖീങ്ങളടക്കം, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരെ മുസ്ലിമായി പരിഗണിക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞു, അവർ മുനാഫിഖാണ് വഹീൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരുവൻ അവൻ മുസ്ലിമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരാൾ അവൻ മുസ്ലിമാണ്. ഈ ഒരു അസ്ല് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതെന്തിനാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് വഴിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനി നമ്മുടെ ഈ മസ്അല ഉഅ്ദുറു ബിൽ ജഹൽ എന്ന് പറയുന്ന ഈ ഒരു മസ്അല അഥവാ ഒരു വ്യക്തിക്ക് തൗഹീദിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ ധാരാളം കാരണങ്ങളാൽ, ഒന്നുകിൽ അറിവില്ലായ്മയാകാം, അല്ലെങ്കിൽ നിർബന്ധിത സാഹചര്യങ്ങളാകാം, ഇങ്ങനെ ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ഒരു വ്യക്തിക്ക് അറിവില്ലായ്മ കാരണത്താൽ തൗഹീദിൽ എന്തെങ്കിലും പിഴവ് സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട് എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഉഅ്ദുറു ബിൽ ജഹലിന്റെ മസ്അല പറയുമ്പോൾ ആ വിഷയത്തെ എങ്ങനെ സമീപിച്ചു എന്ന് നാം തിരിച്ചറിയണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ചിലർ വന്നിട്ട് നിങ്ങളോട് ഈ മസ്അലയിൽ ഇങ്ങനെ നമ്മൾ പെരുമാറണം, ഇങ്ങനെയാണ് ഈ മസ്അലയെ സമീപിക്കേണ്ടത്, ഈ വിഷയത്തിൽ ഇതാണ് നിലപാട് എന്ന് പറയുമ്പോൾ നാം നോക്കേണ്ടത് ആരിലേക്കാണ്? ആദ്യ കാലഘട്ടം മുതൽ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും അയിമ്മത്തിൻ്റെയും പിന്നീട് വന്ന ഇമാമുമാരുടെയും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഇവരൊക്കെ ഒരു വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പഠിക്കേണ്ടത്. ഇന്ന് ചിലർ വന്ന് പറയുന്നത് പോലെ ഉലമാക്കളുടെ ആവശ്യമില്ല, ഖുർആനും സുന്നത്താണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാമിന് പരിചയമുള്ള വാദമല്ല. ഇവൻ ഈ പറയുന്ന ആൾ പോലും ആ വാദം അവരുടെ ജീവിതം കൊണ്ട് തള്ളുന്നവരാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഉഅ്ദുറു ബിൽ ജഹലിന്റെ മസ്അലയെ എങ്ങനെ നോക്കിക്കണ്ടു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കശ്ഫ് ശുബഹാത്തിന്റെ ഷർഹിൽ പറയുന്നതായി കാണാം. ഏകദേശം 20 പേജോളം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ മസ്അല വിശദീകരിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞു, ഷിർക്കിന്റെ വിഷയത്തിൽ ഒരാൾക്ക് ഷിർക്ക് സംഭവിച്ചാൽ അതിൽ ഉദ്ർ നൽകുക എന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം. അതുപോലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെയും അഭിപ്രായം. ഇത് സ്ഥാപിച്ച ശേഷം അദ്ദേഹം പറയുകയാണ്, അൽ ഇഖ്തിലാഫു ഫി മസ്അലത്തിൽ ഉദ്രി ബിൽ ജഹ്ലി കഗൈരിഹി മിനൽ ഇഖ്തിലാഫാത്തിൽ ഫിഖ്ഹിയ്യത്തിൽ ഇജ്തിഹാദിയ്യ. ഇതാരാ പറയുന്നത്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറയുകയാണ്, ഉദ്ർ ബിൽ ജഹലിൻ്റെ മസ്അലയിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഏത് അഭിപ്രായ വ്യത്യാസം പോലെയാണ്? ഫിഖ്ഹിയായ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസം പോലെയാണ്. ഫിഖ്ഹിയായ മസ്അല എന്ന് പറഞ്ഞാൽ അത്തഹിയ്യാത്തിൽ വിരലനക്കണോ വേണ്ടയോ എന്നൊരു മസ്അല പോലെയാണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സമീപിക്കേണ്ടത്. എന്നോട് കഴിഞ്ഞ ദർസിന് ശേഷം ഒരു സഹോദരൻ ചോദിച്ചു, ഈ വിഷയം ഫിഖ്ഹിയായ മസ്അല പോലെ എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഈ വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസത്തോടുള്ള സമീപനം ഫിഖ്ഹിന്റെ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ സമീപിക്കുന്നത് പോലെയാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി പറഞ്ഞു. അത് നമ്മളൊന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരാൾ ഉദ്റുണ്ടെന്ന് പറയുന്നു, വേറൊരാൾ ഉദ്റില്ല എന്ന് പറയുന്നു. അത് ഏതുപോലെയാണ്?
ഒരാൾ പറയുന്നു അത്തഹിയ്യാത്തിൽ വിരൽ അനക്കണം, വേറെ ആൾ പറയുന്നു അത്തഹിയ്യാത്തിൽ വിരൽ അനക്കേണ്ട. ഈ കാരണത്താൽ പരസ്പരം മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നീ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ മസലയിൽ നമുക്ക് ആകെ പറ്റുന്ന കാര്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്നത് തെളിവനുസരിച്ച് ദേഹേച്ഛ പിൻപറ്റാതെ അവനെ എങ്ങനെയെങ്കിലും കവച്ചു വെക്കണമെന്ന ചിന്തയില്ലാതെ അവനക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുക. അതാണ് ഫിഖ്ഹിയായ മസലകളിൽ നമുക്ക് അനുവദിക്കപ്പെട്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ അൽ മുബാഹസതു ബിൽ ഹുജജിൽ ഇൽമിയ, ഇൽമിയായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മസല വിശദീകരിക്കാം. അതാണ് നമുക്ക് ഫിഖ്ഹിയായ മസായിലുകളിൽ അനുവദിക്കപ്പെട്ട കാര്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. നമ്മുടെ മുൻഗാമികൾ കാണിച്ച ആവേശത്തിനപ്പുറം ഒരു ആവേശം അത് നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് സലഫുകൾ ഈ മസലയെ പരിഗണിച്ചിരുന്നത്, അല്ലെങ്കിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ മസലയെക്കുറിച്ച് പറയുന്നത് അത് ഫിഖ്ഹിയായ ഒരു മസലയാണ്, അല്ലെങ്കിൽ ഫിഖ്ഹിയായ അഭിപ്രായ വ്യത്യാസം പോലെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഈ വിഷയത്തിൽ. അതുപോലെ ഈ വിഷയം അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ മറ്റൊരു ആലിമാണ് ഷെയ്ഖ് മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ലാഹ്. ഷെയ്ഖ് മുഹമ്മദ് അമാൻ അൽ ജാമി അജ്വീബത്തുൻ അലൽ അസ്ഇലത്തുൽ കുവൈത്തിയ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ യൂട്യൂബിൽ ലഭ്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മസ്അല അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നക്കിടയിൽ സംഭവിച്ചതാണ്. ഗാറത്തുൽ അശ്രിത എന്ന കിതാബിൽ ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദിഇ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖദ് ഇഖ്തലഫ അഹ്ലുസുന്നതി അൻഫുസുഹും في هذه القضية في شأن العذر بالجهل في التوحيد. ഷെയ്ഖ് മുഖ്ബിലിന്റെ സംസാരമാണ്. തൗഹീദിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഉദ്ർ ബിൽ ജഹൽ എന്ന മസ്അലയിൽ, അഥവാ അറിവില്ലായ്മ കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൽ ഉദ്ർ നൽകുമോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വല്ലദി യൽഹർ, ഷെയ്ഖിന് ബോധ്യപ്പെടുന്നത് അന്നഹു യുഅ്ദറു ബിൽ ജഹൽ, അറിവില്ലായ്മ കാരണത്താൽ, ജഹൽ കാരണത്താൽ ഒഴിവ് നൽകപ്പെടും എന്നതാണ് ഷെയ്ഖിന്റെ അഭിപ്രായമെന്ന് ഷെയ്ഖ് ആ കിതാബിൽ പറയുന്നു. ഞാൻ ഇതും പറഞ്ഞതിൻ്റെ ഉദ്ദേശം മസ്അല ഏത് തർജീഹ് ചെയ്യുക എന്നത് പറയാനല്ല, മറിച്ച് മസ്അലയിൽ അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ആരാ പറയുന്നത്? ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതൻ, അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഈ റിസാല അർക്കാനുസ്സല എന്ന് പറയുന്ന റിസാല ശർഹ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞു, ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിൽ രണ്ട് അഭിപ്രായം നിലനിൽക്കുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതായി ചില റസായിലുകളിൽ ഷെയ്ഖ് ഇബ്നു ബാസ് നൽകിയിരിക്കുന്ന മുഖദ്ദിമയിലൂടെ വ്യക്തമാണ്. അത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അദ്ദേഹത്തിൻ്റെ ഈ റിസാലയിലും പറയുന്നുണ്ട്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലക്കും അറിയാമായിരുന്നു. ഞാൻ ഈ വിഷയങ്ങളൊക്കെ, ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് അഹ്ലുസുന്നക്കിടയിൽ നടന്ന അഭിപ്രായ വ്യത്യാസമാണ്. ഇത് അഹ്ലുസുന്നക്കിടയിൽ നടന്ന അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ ആദ്യം ഇവിടെ നാം നോക്കേണ്ടത്, ഈ പണ്ഡിതന്മാർ ഇവർ ഈ മസ്അല എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായി കൈകാര്യം ചെയ്തു. ഇൽമിയായ മസ്അല അവർ സംസാരിച്ചു, അവിടെ നിർത്തി. ഇവിടെ ഈ വിഷയം മനസ്സിലായോ? ഉദ്ർ ബിൽ ജഹൽ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ഫിത്ന, അഥവാ ഒരാൾ മനസ്സിലാക്കാണ് ഉദ്ർ ഇല്ല, ആ വ്യക്തി ആ അഭിപ്രായം സ്വീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ നിർബന്ധിക്കുകയാണ്. ആ അഭിപ്രായം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവരെ കുറ്റം പറയുകയാണ്. ആ അഭിപ്രായം സ്വീകരിച്ചില്ല എങ്കിൽ ആ വ്യക്തി തക്ഫീറിനെ, അല്ലെങ്കിൽ ഖബറാരാധനയെ, തൗഹീദിനെതിരായ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവനാണെന്ന് പറയുകയാണ്. ഈ ഒരു രീതി പ്രിയപ്പെട്ടവരെ സലഫികളിലേക്ക് എപ്പോഴാണ് വന്നത്? ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. സമീപകാലം ജീവിച്ചവരിൽ വ്യത്യസ്തമായ പിഴച്ച കക്ഷികളെക്കുറിച്ചും അവർ സലഫികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മസായിബുകളെക്കുറിച്ചും അവരുണ്ടാക്കിയ ഫിത്നകളെക്കുറിച്ചും ഏറ്റവും നന്നായി സംസാരിച്ച ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് റബീഅ റഹിമഹുല്ലാ. ഷെയ്ഖ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ നമുക്ക് കാണാം, ഷെയ്ഖ് ഈ മസ്അല ദീർഘമായി സംസാരിച്ചു. ജഹലിൻ്റെ വിഷയത്തിൽ ഉദ്ർ നൽകേണ്ടതാണ് എന്ന് ഷെയ്ഖ് പറഞ്ഞു. അതാണ് സലഫുകളുടെ അഭിപ്രായം എന്ന് ഷെയ്ഖ് സംസാരത്തിൽ സ്ഥാപിച്ചു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഷെയ്ഖ് റബീഅ പറയുകയാണ്, ഫനഹ്നു നഅരിഫു, നമുക്ക് നന്നായിട്ട് അറിയാം, അന്നൽ ഖിലാഫ ഹാദ വാഖിഉൻ ഫീ നജ്ദ് ബൈന ബഅദിൽ മശായിഖ് വഗൈരിഹിം. ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഉദ്ർ ബിൽ ജഹലിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മശായിഖന്മാർക്കിടയിൽ നിലനിൽക്കുന്നു. നജ്ദിലെ ചില ഉലമാക്കൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, മറ്റു ഉലമാക്കൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അഥവാ അഭിപ്രായ വ്യത്യാസമുള്ളതാണെന്ന് ഷെയ്ഖ് പറയുന്നു. ശേഷം പറഞ്ഞു, വലാകിൻ, പക്ഷേ അവരുടെ പ്രത്യേകത എന്താണ്? ഇന്ന് ഈ വാദം കൊണ്ട് നടക്കുന്ന പലരും അവർ എഴുതുന്ന ലേഖനങ്ങളിൽ, അവരുടെ സംസാരങ്ങളിൽ ഉദ്ധരിക്കാറുള്ളത് ആരെയാണ്? നജ്ദിലെ ഉലമാക്കളെയാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം. ഈ നജ്ദിലെ ഉലമാക്കളെ നിലപാടിനെ കുറിച്ച് ഷെയ്ഖ് പറയുകയാണ്, ലാകിൻ, പക്ഷേ ലാ ഹുസൂമ, അവരതിൻ്റെ പേരിൽ തർക്കിക്കാറില്ല. വലാ തദ്ലീൽ, അവരുടേതല്ലാതെ അഭിപ്രായം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരാൾ പിഴച്ചവനാണ് എന്ന് പറയുന്നില്ല. ഇന്നിവിടെ നടക്കുന്നത് പിഴച്ചവനാണെന്നല്ല, മറിച്ച് അവൻ കാഫിറാണെന്നാണ് പറയുന്നത്. ഷെയ്ഖ് റബീഅ പറയാണ്, നജ്ദിലെ ഉലമാക്കളടക്കം
അത് കാരണത്താൽ ഒരാളെ തദ്ലീൽ നടത്തുന്നില്ല. വലാ ഹർബ വലാ ഫിതൻ, അത് കാരണത്താൽ ഒരു ഫിത്നയും നിലനിൽക്കുന്നില്ല. തയ്യിബ്, ശേഷം ഷെയ്ഖ് പറയുന്നു, സലഫികൾക്കിടയിൽ ഈ വിഷയം കൊണ്ടുവരികയും ഇത് ഫിത്നയാക്കുകയും ചെയ്തതാരാണ്? വഇന്നമാ ഹാദിഹി തരീഖത്തുൽ ഹദ്ദാദിയ്യ, ഇത് ഹദ്ദാദികൾ സ്വീകരിച്ചിരിക്കുന്ന ശൈലിയാണ്. ഹദ്ദാദികൾ സ്വീകരിച്ചിരിക്കുന്ന ശൈലിയാണ്. ശേഷം പറഞ്ഞു, ഇതെന്തിനാണ് സലഫികൾക്കിടയിൽ കൊണ്ടുവന്നത്? നിങ്ങൾ ശരിക്കും ഇത് ശ്രദ്ധിക്കണം. ഷെയ്ഖ് റബീഅ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിഴച്ച കക്ഷികളെ കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ഒരു കത്തെഴുതിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം. ഷെയ്ഖ് റബീഅനോട് പിഴച്ച കക്ഷികൾക്കെതിരിൽ താങ്കൾ മറുപടി പറയണം എന്ന് പറഞ്ഞ് ഷെയ്ഖ് ഇബ്നു ബാസ് അടക്കം ഷെയ്ഖ് റബീഅനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ശ്രദ്ധയിൽ ഒരു ബിദ്അത്തിന്റെ കക്ഷികളുടെ വാദങ്ങൾ പെട്ടപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് ഷെയ്ഖ് റബീഅന് കത്തെഴുതി കൊണ്ട് പറഞ്ഞു, ഇന്ന ആളുടെ സംസാരം ഞാൻ കേട്ടു, താങ്കൾ അതിന് മറുപടി പറയണം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. ഈ ഷെയ്ഖ് റബീഅ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അൽഫിഅത്തുൽ ഹദ്ദാദിയ്യ, ഈ ഹദ്ദാദികൾ എന്തിനാണ് വന്നത്? ഉൻഷിഅത്, അവരുണ്ടാക്കിയത് തന്നെ ലിഇസാറത്തിൽ ഫിതൻ ബൈന അഹ്ലിസ്സുന്ന വളർബി ബഅദിഹിം ബിബഅദിൻ, അഹ്ലുസുന്നക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവരെ പരസ്പരം തമ്മിൽ തെറ്റിക്കാനും വേണ്ടിയാണ് ഈ വിഷയം വന്നത്. വഹും തക്ഫീരിയൂന മുതസത്തിറൂൻ, അവർ അവരുടെ രൂപം മറച്ചു വെച്ചുകൊണ്ട്, അവരുടെ യഥാർത്ഥ രൂപം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തക്ഫീർ, കുഫ്ർ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ തക്ഫീറിന്റെ വാദം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് എന്ന് ഷെയ്ഖ് പറയാണ്. അഥവാ അവർ പുറമേ കാണുമ്പോൾ അവരെന്ത് പറയും? നിങ്ങൾ സലഫികളാണ്, തൗഹീദിന്റെ ആശയങ്ങൾ നമ്മൾ പറയുന്നവരാണ്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണ്? ഉമ്മത്തിനെ തക്ഫീർ നടത്തുക, ഉമ്മത്തിനെ തക്ഫീർ നടത്തുക. അപ്പോൾ ഈ ഫിത്ന കൊണ്ടുവന്നത് ഹദ്ദാദികളുടെ രീതിയാണ്, അവരാണ് ഈ പ്രവർത്തനം തുടങ്ങിയത് എന്ന് ഷെയ്ഖ് റബീഅ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാം. ഇപ്പം ഇവിടെ നാം ചിന്തിച്ചു നോക്കിയേ, ഷെയ്ഖ് റബീഅ വളരെ വ്യക്തമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത്, ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, നജ്ദിലെ ഉലമാക്കളും മറ്റും. രണ്ടാമത്തേത്, പക്ഷെ അവരുടെ സമീപനം, മസ്അലയോടുള്ള അവരുടെ സമീപനം എന്തായിരുന്നു? അവരാരും മറ്റൊരാളെ കുറിച്ച് ലാലാണെന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഷെയ്ഖ് റബീഇനെ പുകഴ്ത്തിയ ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ. നിങ്ങൾ യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്താൽ ധാരാളം പുകഴ്ത്തലുകൾ കാണാം. ഷെയ്ഖ് റബീഇനെ പുകഴ്ത്തി. അവർ പരസ്പരം സിയാറ ചെയ്യാറുണ്ടായിരുന്നു. ഷെയ്ഖ് റബീഇന്റെ അഭിപ്രായം മസ്അലയിൽ ഉദ്റുണ്ട് എന്നുള്ളതാണ്. ഷെയ്ഖ് ഫൗസാന്റെ അഭിപ്രായം മസ്അലയിൽ ജഹല് കൊണ്ട് ഉദ്റില്ല എന്നുള്ളതാണ്. അവർ തമ്മിൽ ഒരു മറുപടി, അല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ആരോപണം, അവർ തമ്മിൽ ഒരാളെക്കുറിച്ച് മറ്റൊരാൾ ലാലിലാണ് മുതലാണെന്ന് പറയുന്ന സംസാരം എവിടെയുമില്ല. കാരണം എന്താണ്? അവർ ഈ മസ്അല സംസാരിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. ജനങ്ങൾക്കിടയിൽ എങ്ങനെങ്കിലും ഫിത്ന ഉണ്ടാക്കണം, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്നിലേക്ക് ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന ചിന്താഗതിയിലല്ല ഉലമാക്കൾ മസ്അലകൾ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ഷെയ്ഖ് റബീഇന്റെ ഈ നസീഹത്ത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സമീപകാലം ജീവിച്ച അഹ്ലുസുന്നയുടെ ഈ മഹാപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ നസീഹത്ത് നാം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഈ ഒരു മസ്അല കാരണത്താൽ പരസ്പരം ആക്ഷേപിക്കലും പരസ്പരം ആരോപണം ഉന്നയിക്കലും അതൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അവസാനം അദ്ദേഹം ആ മസ്അല അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം, ഫാന അൻസഹു ശബാബ് സലഫി, എനിക്ക് സലഫികളോട് നൽകാനുള്ള നസീഹത്ത്, അല്ലാ യഖൂദു ഫി ഹാദൽ അംരി, ഈ മസ്അലയിൽ അധികമായി അല്ലെങ്കിൽ ഈ മസ്അലയിൽ അവർ അനാവശ്യമായി സമയം ചെലവഴിക്കരുത് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് എന്ന് ഷെയ്ഖ് റബീഅ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഈ നസീഹത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ മസ്അലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ശുബഹത്താണ്, അല്ലെങ്കിൽ ഇന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഈ വിഷയം മനസ്സിലായോ? ഇതുവരെ പറഞ്ഞത് അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവരെങ്ങനെയാണ് മസ്അലയിൽ പരസ്പരം പെരുമാറിയിരുന്നത്. അടുത്തൊരു കാര്യം, ഇന്ന് ചിലർ വന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ശുബഹത്ത് എന്താണ്? ഉദ്ർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇർജാഇന്റെ വാദമാണ്. ഉദ്ർ ഉണ്ട് എന്ന് പറയുന്നത് ഇർജാഇന്റെ വാദമാണ്. അത് മുർജിയാക്കളാണ് അങ്ങനെ പറയുന്നത്. ഈ മസ്അല പഠിക്കുന്ന ഏതൊരാൾക്കും, ഒരു മുൻധാരണയില്ലാതെ മസ്അല പഠിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി ബോധ്യപ്പെടും, ഇർജാഉം അതുപോലെ തന്നെ ഉദ്ർ ബിൽ ജഹലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇർജാഉം ഉദ്ർ ബിൽ ജഹലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി അഥവാ ഈ ആരോപണം ഉന്നയിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കുക, മുർജിയാക്കളാണ് എന്ന് പറയുന്നവരോട് നിങ്ങൾ ചോദിക്കുക, ഇബ്നു തൈമിയെ കുറിച്ച് നിങ്ങൾക്ക് മുർജിയാണെന്ന് വാദമുണ്ടോ? ഇബ്നു തൈമിയ റഹിമഹുല്ല ഉദ്ർ നൽകിയിരുന്നു എന്നുള്ളത് ധാരാളം ഉലമാക്കൾ പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കിതാബ് ഏറ്റവും വലിയ തെളിവാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ബക്രി. ബക്രിയുടെ വാദം എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം. ഇന്ന് ഷിർക്കിന്റെ വാദം എന്ന് പറയുന്ന ഇതേ വാദം,
അള്ളാഹു അല്ലാത്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താം എന്നുള്ളതാണ് ആരുടെ വാദം? ബക്രിയുടെ വാദം. ഷെയ്ഖുൽ ഇസ്ലാം ആ വ്യക്തിക്ക് മറുപടിയായി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ആ വ്യക്തിയെ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം അതേ കിതാബിൽ അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ഇങ്ങനെയുള്ള ആളുകളോടും മറ്റുമൊക്കെ പറയാറുള്ളത്, നിങ്ങൾ പറയുന്ന വാദം ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കാഫിറാകുമായിരുന്നു, പക്ഷെ നിങ്ങളെ ഞാൻ കാഫിറാക്കുകയില്ല. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ആ കിതാബിൽ പറഞ്ഞതാണ്. അള്ളാഹു അല്ലാത്തവരോട്, പ്രവാചകനോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നവരെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, ഞാൻ നിങ്ങളെ കാഫിറാക്കുകയില്ല. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം എന്തുകൊണ്ടാണ് ജഹല് പിൽക്കാലഘട്ടത്തിൽ വ്യാപിച്ചു, ആളുകൾക്ക് യഥാർത്ഥ ദീൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവരെ കാഫിറാക്കുകയില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇന്ന് ഇർജാഇന്റെ വാദം ആരോപിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കുക, ഇബ്നു തൈമിയയെ കുറിച്ച് നിങ്ങൾ മുർജി ആണെന്ന് പറയോ? ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് തക്ഫീർ നടത്തിയിരുന്നില്ല. ബക്രിയുടെ സംഭവം, സുബുക്കിയും ഇതേപോലെ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം, ഷിർക്കിന്റെ വാദങ്ങൾ പറഞ്ഞ വ്യക്തിയാണ്. നബ്ഹാനി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഷവാഹിദുൽ ഹഖ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഈ കിതാബിൽ സുബുക്കിയുടെ ധാരാളം വാദങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം. ഷിർക്കിന്റെയും വലിയ ഷിർക്ക്, അശ്ശിർക്കുൽ അക്ബർ അടങ്ങുന്ന വാദങ്ങൾ നബ്ഹാനി സുബുക്കിയെ തൊട്ട് ആ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ തഅലീഖുത് തലാഖ് എന്ന കിതാബിൽ സുബുക്കിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചതായി കാണാം. തക്ഫീർ നടത്തിയിട്ടില്ല. ഇഖ്നാഇ, ഷിർക്കിന്റെ വാദങ്ങൾ പറഞ്ഞ മറ്റൊരു വ്യക്തിയാണ് ഇഖ്നാഇ. ഷെയ്ഖുൽ ഇസ്ലാമിന് അർറദ്ദു അലൽ ഇഖ്നാഇ അല്ലെങ്കിൽ അൽ ഇഖ്നാഇയ എന്ന പേരിൽ ഒരു കിതാബുണ്ട്. അതിൽ ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മുസ്ലിമായ സഹോദരൻ എന്ന നിലയിൽ സംസാരിച്ചതായി കാണാം. എന്ന് പറഞ്ഞാൽ തക്ഫീർ നടത്തിയിട്ടില്ല. കാഫിറായിരുന്നുവെങ്കിൽ മുസ്ലിമായ വ്യക്തി എന്ന് പറയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇർജാഇന്റെ വാദം ഉന്നയിക്കുന്നവർ ആദ്യം അവരോട് നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആരോടും തർക്കിക്കാനല്ല, പക്ഷെ മസ്അല മനസ്സിലാക്കാൻ, അവരുടെ ഭാഗം എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റും പറയുന്നൊരു വാദമാണ് ഇർജാഇന്റെ വാദം. അതല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഉദ്ർ നൽകിയിരുന്നു എന്നുള്ളത് പകൽ പോലെ അദ്ദേഹത്തിന്റെ കിതാബിൽ വ്യക്തമായ കാര്യമാണ്. ഇനി ഇൽമിയായ ഒരു തഹ്ലീലിലേക്ക്, ഇൽമിയായ ഒരു ചർച്ച നാം നടത്തിയാൽ എപ്പോഴാണ് ഒരാൾ ഇർജാഇന്റെ വാദത്തിൽ നിന്ന് മുക്തമാവുക? പിന്നെ ഇവർ പറയും മുർജിയാക്കളാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട്, ഇമാം അഹ്ലുസ് സുന്ന, ഇത് നിങ്ങൾ പഠിക്കണം, ഇമാം അഹ്മദിനോട് ഒരാൾ ചോദിക്കുകയാണ്, അമ്മൻ ഖാല, ഒരു വ്യക്തി പറയുകയാണ്, അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെ പറയുന്ന ഒരാളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇമാം അഹ്മദ് പറഞ്ഞു, ഹാദ ബരീഉം മിനൽ ഇർജാ, അയാൾ ഇർജാഇന്റെ വാദത്തിൽ നിന്ന് മുക്തനാണ്. ഇമാം അഹ്മദാ പറയുന്നത്. ഇന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ വന്ന് അദ്ദേഹം ഉദ്റുണ്ട് എന്ന് പറയുമ്പോൾ അയാളെ ഇർജാഇന്റെ വാദം കൊണ്ട് ആരോപിക്കുന്നത് ഇമാം അഹ്മദിന്റെ ഈ വാക്കിനെതിരാണ്. ഇമാം അഹ്മദ് പറയുന്നു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്നൊരുവൻ പറഞ്ഞാൽ അവൻ ഇർജാഇന്റെ വാദത്തിൽ നിന്ന് മുക്തനാണ്. ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹുസ് സുന്നയിൽ പറഞ്ഞു, മൻ ഖാല അൽ ഈമാനു ഖൗലുൻ വഅമൽ, ഒരാൾ പറയാണ് ഈമാൻ വാക്കുകളും പ്രവർത്തനങ്ങളും അതുപോലെ വിശ്വാസവുമാണ്. വാക്കുകളാണ്, പ്രവർത്തനങ്ങളാണ്, വിശ്വാസമാണ്. യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബർബഹാരി റഹിമഹുല്ലാഹ് പറയുന്നു, ഫഖദ് ഖറജ മിനൽ ഇർജാ, അവൻ ഇർജാഇന്റെ വാദത്തിൽ നിന്ന് മുക്തനാണ്. ഔവലിഹി വ ആഖിരി, അതിന്റെ ആദ്യവാദവും അവസാനവാദവും എന്ന് പറഞ്ഞാൽ ഇർജാഉമായി പിന്നെ അവന് യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറയുന്നു. ഇവിടെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താണ്? ഇർജാ ഒരു വ്യക്തിയിൽ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും, ഈമാൻ വാക്കുകളും പ്രവർത്തനങ്ങളും വിശ്വാസവുമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇർജാഇന്റെ വാദമില്ലാത്തവനാണ് എന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയും. പിന്നെ എങ്ങനെയാണ് ഈ വിശ്വാസങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ജഹല് കാരണത്താൽ ഒരാൾക്ക് ഉസ്ർ കൊടുക്കുന്നു എന്ന കാരണത്താൽ അയാൾ ഇർജാഇന്റെ വാദമുണ്ടെന്ന് പറയുക? അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, ഇന്ന് ഉസ്ർ കൊടുക്കുന്ന ഉലമാക്കൾ എല്ലാവരും എന്ത് പറയുന്നുണ്ട്? ഇതാണ് ഈമാൻ. അതുപോലെ തന്നെ കുഫർ സംഭവിക്കുന്നത് വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വിശ്വാസം കൊണ്ടും സംഭവിക്കും. ഇത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്ന കാര്യമാണ്. ഇവരുടെ ശുബഹത്ത് നിങ്ങൾ ചില ആളുകൾക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവരെന്താ പറയുന്നത്? ജഹല് കാരണത്താൽ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഒരു വ്യക്തി അമല് ഒഴിവാക്കിയതിൻ്റെ പേരിൽ, എന്താണ് അമൽ? എന്തെങ്കിലും ഒരു കുഫർ ഒരു വ്യക്തി ചെയ്തു, ആ കുഫർ ചെയ്തതിൻ്റെ പേരിൽ തക്ഫീർ നടത്തുന്നില്ല എങ്കിൽ അത് അമല് ഈമാനിൽ നിന്ന് ഒഴിവാക്കിയത് പോലെയാണ്. മനസ്സിലായോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് പറയും? അതുകൊണ്ടാണ് അവരെ മുർജിയാക്കൾ എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഉദ്ർ കൊടുക്കുന്ന പണ്ഡിതന്മാർ ഈ ഒരു മസ്അല ഒഴിവാക്കിയത്? അവർക്ക് ഉദ്റുള്ളത് കൊണ്ടാണ്.
ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ ഒരു രുസിയെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന് പറയുന്ന ഒരാൾ ഇർജായിൽ നിന്ന് മുക്തമാണ് എന്ന് ഇമാം അഹ്മദും അതുപോലെ തന്നെ ഇമാം ബർബഹാരിയൊക്കെ വിശദീകരിച്ച കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയോട് ചോദ്യം വന്നു, ഹൽ ലി മസ്അലത്തിൽ ഉദ്രി ബിൽ ജഹ്ലി അലാഖത്തുൻ ബിൽ ഇർജാ, ഉദ്ർ ബിൽ ജഹലും ഇർജാഉം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഷെയ്ഖ് പറഞ്ഞു, ലൈസ ലഹ അലാഖത്തുൻ ബിൽ ഇർജാ, അതിന് ഇർജാഉമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. പിന്നെ എങ്ങനെയാണ് ഇന്നൊരാൾ വന്നിട്ട് ഈ മസലയിൽ തക്ഫീർ നടത്താത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഉദ്ർ നൽകുന്നവർ അവർ ഇർജാഇൻ്റെ വാദമുള്ളവരാണെന്ന് പറയുക? അതുപോലെ തന്നെ ഇർജാഇൻ്റെ വാദം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം അത് ഇൽമു കൊണ്ട് ഒരാൾക്കും ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. ഉദ്ർ നൽകുന്നവർ മുർജിയാക്കളാണ് എന്ന് ഇൽമു കൊണ്ട് ഒരാൾക്കും തെളിയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവർ വ്യാപകമായി പറഞ്ഞു നടക്കുന്ന ശുഭഹത്ത് എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് ശിർക്ക് സംഭവിച്ചാൽ, ഒരു മുസ്ലിമിൽ നിന്ന് ശിർക്ക് സംഭവിച്ചാൽ, നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഖുബൂരികളും മറ്റും ചെയ്യുന്നത് പോലെ അവരെ നാം അടിസ്ഥാനപരമായി മുസ്ലിമായി പരിഗണിക്കുന്നില്ല. മറിച്ച് അവർ അടിസ്ഥാനപരമായി കാഫിരീങ്ങളാണ്, കുഫാറുൻ അസ്ലിയൂൻ, അവർ കാഫിരീങ്ങളാണ്. അവരെ മുസ്ലിമീങ്ങളായി നാം പരിഗണിക്കുന്നേ ഇല്ല എന്നതാണ് ഇവരുടെ വാദം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നേരത്തെ നാം പറഞ്ഞ വിഷയങ്ങളാണ്. എപ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക? ഒന്നുകിൽ മുസ്ലിമായ വാപ്പക്കും ഉമ്മക്കും ജനിക്കണം, അതല്ലെങ്കിൽ ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് അയാൾ പ്രഖ്യാപിക്കുന്നതോടുകൂടി എന്തായി? അയാൾ മുസ്ലിമായി. അതിന് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും അംഗീകാരത്തിൻ്റെയോ മറ്റോ ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരു വ്യക്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി മുസ്ലിമാണ്. അതുകൊണ്ട് നേരത്തെ എനിക്ക് ഒരു സഹോദരൻ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഖുബൂരികളെ മുസ്ലിമായിട്ടേ കാണുന്നില്ല, അവർ അടിസ്ഥാനപരമായി മുസ്ലിമീങ്ങളല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഷഹാദത്ത് പറഞ്ഞ ഒരു വ്യക്തി അവൻ മുസ്ലിമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരിൽ ഒരു വ്യക്തി, ഈ ശുബഹത്ത് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം, ഖുബൂരികളുടെ അടിസ്ഥാന മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ, ഖുബൂരികൾ പറയുന്നത് ഖബർ ആരാധിക്കാം അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാം, അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ആരും ഇവിടെ പറയുന്നില്ല. മറിച്ച് ഷഹാദത്ത് പ്രഖ്യാപിച്ച ഒരുവൻ്റെ അടിസ്ഥാനം മുസ്ലിമാണ്. ഷഹാദത്ത് പറഞ്ഞ ഒരുവൻ അവൻ മുസ്ലിമാണ്. അത് നുസൂസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഉസാമത്ത് ബിൻ സൈദിന്റെ സംഭവത്തിൽ അദ്ദേഹം ഷഹാദത്തെ പറഞ്ഞുള്ളൂ, ഷഹാദത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷഹാദത്ത് പറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുസ്ലിമാണ്. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ആളുകൾ, ഖുബൂരികൾ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ, അവരെ അടിസ്ഥാനപരമായി കാഫിറായി കാണുക എന്ന് പറയുന്നത് അഹ്ലുസുന്നന്റെ ഉലമാക്കൾ സ്വീകരിച്ച മാർഗത്തിനെതിരാണ്. ഈ ഉദ്റില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ പൊതുവെ അവലംബിക്കാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നജ്ദിലെ ഉലമാക്കളെയാണ്. നജ്ദിലെ ആലിമായ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മിസ്ബാഹുൽ അലാമിൽ ഈ മസ്അല സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ കാഫിർ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ നാട്ടിലെ വാഖിആയി നിങ്ങളൊന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥയുമായി നിങ്ങൾ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക. അല്ലദീന യഅ്ബുദൂനൽ അംബിയ, അംബിയാക്കളെ ആരാധിക്കുന്നവർ, വൽ മലായികത വസ്സാലിഹീൻ, മലക്കുകളെയും സാലിഹീങ്ങളെയും ആരാധിക്കുന്നവർ, വയജഅലൂനഹും അൻദാദൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരെ അള്ളാഹുവിന് സമമായി സ്വീകരിക്കുന്നവർ, അഥവാ അവരോട് ദുആ ചെയ്യുക, അവർ വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ഔ യുസ്നിദൂന ഇലൈഹിമു തസറുഫ്, അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ, വത്തദ്ബീർ, അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ, കഗുലാതിൽ ഖുബൂരിയീൻ. ഷെയ്ഖ് അബ്ദുൽ ലത്തീഫിന്റെ സംസാരമാണ്, എൻ്റെ വാക്കല്ല. കഗുലാതിൽ ഖുബൂരിയീൻ, ഖുബൂരികളിൽ ഏറ്റവും നല്ല നിലയിൽ അവരുടെ വാദം ഏറ്റവും സമർത്ഥമായി വാദിക്കുന്ന ഖുബൂരികളെ പോലെയുള്ളവർ, അഥവാ ആ വാദം ശരിയായി നടപ്പിലാക്കുന്ന, ലോകം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രണാധികാരം അതൊക്കെ ഔലിയാക്കൾക്കും മറ്റുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. ശേഷം അദ്ദേഹം പറയാണ്, ഫഹാ ഉല, ഇങ്ങനെയുള്ള ആളുകൾ തകല്ലമന്നാസു ഫീ കുഫ്രിഹിം വശിർക്കിഹിം വളലാലിഹിം, പണ്ഡിതന്മാർ അവരുടെ കുഫറിന്റെ വിഷയത്തിലും വലാലത്തിന്റെ വിഷയത്തിലുമൊക്കെ സംസാരിച്ചു. ശേഷം അദ്ദേഹം പറയുന്നു, എങ്ങനെയാണ് അവർ സംസാരിച്ചത്? വൽ മഅറൂഫുൽ മുത്തഫഖു അലൈഹി ഇൻദ അഹ്ലിൽ ഇൽം, പണ്ഡിതന്മാർക്കിടയിൽ ഏക നിലപാട് ഈ വിഷയത്തിൽ, അന്ന മൻ ഫഅല ദാലിക്, അങ്ങനെ ഒരാൾ ചെയ്താൽ, മിമ്മൻ യഅതി ബിശ്ശഹാദതൈൻ, ഷഹാദത്ത് പറഞ്ഞ ശേഷം ഒരുവനിൽ നിന്ന് അങ്ങനെ ഉണ്ടായാൽ, യുഹ്കമു അലൈഹി ബഅദ ബുലൂഗിൽ ഹുജ്ജതി ബിൽ കുഫ്രി വർരിദ്ദ, അയാൾക്ക് മേൽ തെളിവുകൾ സ്ഥാപിതമായതിനു ശേഷം അയാൾ കാഫിറാണെന്ന് വിധിവെക്കും. ശേഷം അദ്ദേഹം പറയാണ്, വലം യജഅലൂഹു കാഫിറൻ അസ്ലിയ,
ഇത് ഷെയ്ഖ് അബ്ദുൽ ലത്തീഫിന്റെ സംസാരമാണ്. അയാളെ അടിസ്ഥാനപരമായി ഒരു കാഫിറായി പരിഗണിക്കുകയില്ല. ആരെ? അമ്പിയാക്കളെ ആരാധിക്കുന്ന, ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരാണെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരെ അടിസ്ഥാനപരമായ, അവർ ഷഹാദത്ത് പറഞ്ഞവരാണെങ്കിൽ അടിസ്ഥാനപരമായ കാഫിറായിട്ടല്ല പരിഗണിക്കുക എന്ന് ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ അദ്ദേഹത്തിന് മിസ്ബാഹുൽ ളലാമിൽ പറയും. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഈ ഒരു വാദം അൽ മഅറൂഫുൽ മുത്തഫഖു അലൈഹി ഇൻദ അഹ്ലിൽ ഇൽം, ഇതാണ് പണ്ഡിതന്മാർ എല്ലാവരും സ്വീകരിച്ച അഭിപ്രായം. എന്തിനാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? ശേഷം അദ്ദേഹം പറയാണ്, ഈ ഒരു അഭിപ്രായം പറഞ്ഞ ഏക വ്യക്തി സനആനിയാണ് എന്ന് പറഞ്ഞ് സനആനിയുടെ പ്രവർത്തനം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ നിലപാടല്ല എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹം തള്ളുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇവർ പറഞ്ഞു നടക്കുന്ന ശുബഹത്ത്, ഈ നമ്മുടെ നാട്ടിൽ സാധാരണ സമസ്തക്കാരും മറ്റും അവരൊക്കെ അടിസ്ഥാനപരമായി കാഫിരീങ്ങളാണ്, അവർ മുസ്ലിം ആയിട്ടേ ഇല്ല എന്ന് പറയുന്നത് ഒരർത്ഥത്തിലും ശരിയല്ല, ഒരർത്ഥത്തിലും ശരിയല്ല. തീർന്നില്ല, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ വിഷയം വളരെ ഭംഗിയായി സംസാരിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരിക്കൽ ഇൻഷാ അല്ലാഹ് സമയം ലഭിക്കുകയാണെങ്കിൽ വിശദീകരിക്കാം. അദ്ദേഹം വിഷയം അവതരിപ്പിക്കുന്നത് രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണം എന്ന നിലയിലാണ്. അഥവാ ഒരാൾ ഉദ്ർ നൽകുന്നില്ല, മറ്റൊരാൾ ഉദ്ർ നൽകുന്നു, അങ്ങനെ ഒരു സംഭാഷണം എന്ന നിലയിൽ അദ്ദേഹം ഈ സംസാരം പറയുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹം പറയുകയാണ്, മാ ദക്കർത മിൻ ദലാലത്തിൽ കിതാബി വസ്സുന്നതി വൽ ഇജ്മാ. അദ്ദേഹം ഉദ്ർ നൽകാത്ത വ്യക്തിയോട് പറയാണ്, ഖുർആനിലും സുന്നത്തിലും ഇജ്മാഇലും ഒക്കെ വന്ന വിഷയം നീ പറഞ്ഞുവല്ലോ, അലാ അന്ന ദുആ ഗൈരില്ലാഹി വൽ ഇസ്തിഗാസത ബിഹി ശിർകുൻ വ കുഫ്റുൻ എന്ന് നീ പറഞ്ഞല്ലോ. അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കലും അവരോട് ആവശ്യങ്ങൾ തേടലുമൊക്കെ ഷിർക്കും കുഫ്റാണെന്ന് പറഞ്ഞല്ലോ. ഫഹാദാ ലാ ശക്ക ഫീഹി വലാ റൈബ്, അതിൽ യാതൊരു സംശയവുമില്ല. ശേഷം അദ്ദേഹം പറയുന്നു, വമാ ദക്കർതഹു, പക്ഷെ നീ പറഞ്ഞ ഒരു കാര്യം, മിൻ മുസാവാതി ജഹലത്തിൽ യഹൂദി വൻ നസാറ, ജൂത നസാറാക്കളും വജമീഇൽ കുഫാർ, സാധാരണയുള്ള ഇസ്ലാം സ്വീകരിക്കാത്ത കാഫിരീങ്ങളും, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാം സ്വീകരിക്കാത്ത എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് പറയാത്ത, ഷഹാദത്ത് പറഞ്ഞാലല്ലോ ഒരാൾ ഇസ്ലാമിലേക്ക് വരാം, അല്ലെങ്കിൽ ഒരു ഉമ്മയും ഉപ്പയും മുസ്ലിമായി അവരുടെ മക്കളായി ജനിച്ചവർ, അത് നിങ്ങളുടെ ഓർമ്മയിൽ വേണം, കാരണം ഇതൊക്കെ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, വജമീഇൽ കാഫിരീൻ വജമീഇൽ കുഫാർ, ഈ കാഫിരീങ്ങൾ അതുപോലെ തന്നെ ജൂത നസാറാക്കൾ അവരെ പോലെയാണ് ഖുബൂരികൾ, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവർ എന്ന് നീ പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിന്റെ വാക്കൊന്നും കൂടി വായിക്കാം, വമാ ദക്കർതഹു മിൻ മുസാവാതി ജഹലത്തിൽ യഹൂദി വൻ നസാറ വജമീഇൽ കുഫാർ അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി അല്ലദീന ലാ യുഅ്മിനൂന ബിർറസൂലി വലാ യുസദ്ദിഖൂന ബിജഹലതി മൻ യുഅ്മിനു ബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ വിശ്വസിക്കുകയും വയഅതഖിദു സിദ്ഖ മാ ഖാലഹു ഫീ കുല്ലി ഷൈ, പ്രവാചകൻ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുകയും വയൽതസിമു തഅത, പ്രവാചകനെ അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന, സുമ്മ യഖഉ മിൻഹു ദുആഉൻ ലിഗൈരില്ലാഹ്, പിന്നീട് ആ വ്യക്തിയിൽ നിന്ന് സംഭവിക്കുന്ന എന്താ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം എന്താണ്? അവർ പ്രവാചകനെ അനുസരിക്കാൻ ശ്രമിക്കുന്നവരാണ്, അവർ പ്രവാചകനെ അനുസരിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇപ്പൊ ഷെയ്ഖ് സഈദി പറയാണ്, സുമ്മ യഖഉ മിൻഹു ദുആഉൻ ലിഗൈരില്ലാഹ്, പിന്നീട് അവനിൽ നിന്ന് സംഭവിക്കുന്നത് എന്താണ്? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു. വശിർകും ബിഹി, അല്ലാഹു അല്ലാത്തവരോട് അവൻ പ്രാർത്ഥിക്കുന്നു. വഹുവ ലാ യദ്രി വലാ യശ്ഉറു അന്നഹു മിനശ് ശിർക്ക്, ഇത് ശിർക്കാണെന്ന് അവന് ബോധ്യപ്പെടുന്നില്ല. ബൽ യഹ്സിബുഹു, അവന്റെ വിശ്വാസം എന്താണ്? തഅളീമൻ ലിദാലികൽ മദ്ഉ മഅ്മൂറൻ ബിഹി, ആ വ്യക്തിയെ ബഹുമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ, ഇതാണ് ശരി എന്ന വിശ്വാസത്തിലാണ് അവൻ ചെയ്യുന്നത്. ശേഷം അദ്ദേഹം പറയുന്നു, മാ ദക്കർതഹു മിൻ മുസാവാതി ബൈന ഹാദാ വബൈന ദാലിക് ഫഇന്നഹു ഖതഉൻ വാളിഹ്, അങ്ങനെയുള്ള മുസ്ലിം, അഥവാ ഷഹാദത്ത് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം, പക്ഷെ അയാൾ ശിർക്ക് ചെയ്യാണ്, അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുകയാണ്, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ നൽകുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ശിർക്ക്, ഈ പ്രവർത്തനങ്ങൾ സംഭവിച്ചാൽ അതും അടിസ്ഥാനപരമായ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്ത, പ്രവാചകനെ ഇഷ്ടപ്പെടാത്ത, പ്രവാചകനെ അനുസരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത കാഫിരീങ്ങളും ജൂത നസാറാക്കളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ ഇജ്മാഉം താബിഈങ്ങളുടെ ഇജ്മാഉം അതിന് തെളിവാണ് എന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സഈദി റഹിമഹുല്ലാഹ് പറയുന്നു. നിങ്ങൾ ഏതൊരാളോട് ചോദിച്ചാലും, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാം സ്വീകരിക്കാത്ത സാധാരണ ആളുകൾ, കാഫിരീങ്ങൾ, അവർ പ്രവാചകന്റെ വിഷയത്തിലുള്ള വിശ്വാസം പോലെയാണോ സമസ്തക്കാർ വിശ്വസിക്കുന്നത്? ഒരിക്കലുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം പിഴവുകളും മറ്റും പറ്റുന്നെങ്കിലും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? പ്രവാചകൻ അനുസരിക്കണം എന്നാണ്. പ്രത്യേകിച്ച് സാധാരണക്കാർ, അവരുടെ ആഗ്രഹം പ്രവാചകൻ അനുസരിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ലലാലത്തിലേക്ക് അവർ ചെന്നുപെട്ടത്? അവരെ ബിദ്അത്തിന്റെ ആളുകൾ അത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ബിദ്അത്തിന്റെ ആളുകൾ അത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ധാരാളം സംസാരങ്ങൾ കേൾക്കുന്നുണ്ടാകും.
അവരെപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ മുജാഹിദുകാരുടെ സംസാരം കേൾക്കരുത്, അവർ പ്രവാചകനെ ബഹുമാനിക്കാത്തവരാണ്, അവർ പ്രവാചകനെ ഇഷ്ടപ്പെടാത്തവരാണ്. ഇതാണ് സാധാരണക്കാർ കേൾക്കുന്നത്. അതുകൊണ്ട് അവർ ബാക്കിയുള്ള ആളുകളുടെ സംസാരം കേൾക്കുന്നവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവരെപ്പോഴും വിശ്വസിക്കുന്നത് എന്താ? എനിക്ക് പ്രവാചകനെ ഇഷ്ടപ്പെടണം. അതിലൊരാളും ഒരു സാധാരണക്കാരനും എനിക്ക് പ്രവാചകനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞത്, പ്രവാചകനെ ഇഷ്ടപ്പെടുകയും പ്രവാചകനെ പിൻപറ്റണം എന്ന ചിന്ത വെച്ച് നടക്കുകയും ചെയ്യുന്നവനും അടിസ്ഥാനപരമായി ദീനിലേക്ക് പ്രവേശിക്കാത്തവനും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നുള്ളത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സഹാബത്തിൻ്റെ ഇജ്മാഇൻ്റെയും താബിഈങ്ങളുടെ ഇജ്മാഇനും എതിരാണ് എന്ന് ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഫതാവ സഅദിയയിൽ പറയുന്നു. ഇപ്പം നിങ്ങളോട് ഈ ശുബഹത്ത് എന്നോട് പല സഹോദരങ്ങളും പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഉൾപ്പെടുത്തിയത്. അവർ മുസ്ലിമായി പരിഗണിക്കില്ല എന്ന് പറയുന്നത് അഹ്ലുസുന്നക്ക് ആ ഒരു വാദമില്ല. അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസന്റെ വാക്ക് നമ്മൾ പറഞ്ഞു. അതുപോലെ ഷെയ്ഖ് നാസർ സഅദിയുടെ പറഞ്ഞു. ആരാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സഅദി? ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ ഉസ്താദ്, ഷെയ്ഖ് ഫൗസാന്റെ അധ്യാപകന്റെ അധ്യാപകൻ. ഷെയ്ഖ് ഫൗസാന്റെ അധ്യാപകൻ ധാരാളം ആളുകളുണ്ട്. അതിൽ ഒരാളാണ് അബ്ദുർ റസാഖ് അൽ അഫീഫി. ഷെയ്ഖ് അബ്ദുർ റസാഖ് അഫീഫിയുടെ ഉസ്താദാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സഅദി. എവിടെയെങ്കിലും ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞോ സഅദി പറഞ്ഞ ഈ വാക്ക് അത് ശരിയല്ല? പറഞ്ഞിട്ടില്ല. കാരണം ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഇപ്പം രണ്ട് പണ്ഡിതന്മാരെ പറഞ്ഞല്ലോ. മൂന്നാമത്തേത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അഫീഫി റഹിമഹുല്ലാഹ് ഈ വിഷയം ചോദിക്കപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, സനആനി പറയുന്നുണ്ട് ഒരു മുസ്ലിമിൽ നിന്ന് ശിർക്ക് സംഭവിച്ചാൽ അയാളെ അടിസ്ഥാനപരമായി കാഫിറായിട്ടാണ് പരിഗണിക്കേണ്ടത്, ഇത് ശരിയാണോ? ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അഫീഫി റഹിമഹുല്ലാഹ് പറഞ്ഞു. അബ്ദുർ റസാഖ് അഫീഫി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെയ്ഖ് ഫൗസാന്റെ ഉസ്താദാണ്. അബ്ദുർ റസാഖ് എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ അല്ല, മറിച്ച് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെയും ഷെയ്ഖ് സാലിഹ് അൽ ലുഹൈദാന്റെ ഒക്കെ ഉസ്താദായ ലജ്നത്തു ദായിമയിലെ വലിയ സ്ഥാനം വഹിച്ചിരുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അനിൽ ഖുബൂരിയീൻ, ഖുബൂരികളെ കുറിച്ച്. അല്ലദീന, എങ്ങനെയുള്ള ഖുബൂരികൾ? യഅതഖിദൂന ഫിൽ മൗത, മരണപ്പെട്ടവരിൽ വിശ്വസിക്കുകയും വയത്ലുബൂന മിൻഹും, അവരോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നവർ. അവരെ കുറിച്ച് അബ്ദുർ റസാഖ് അഫീഫിയോട് ചോദിച്ചു, ഹൽ ഹും കുഫാറുൻ അസ്ലിയൂൻ, അവരടിസ്ഥാനപരമായി കാഫിരീങ്ങളാണ് എന്ന് സനആനി പറയുന്നുണ്ട്, അത് ശരിയാണോ? അഥവാ അവർ മുസ്ലിമീങ്ങളെ അല്ല എന്ന് ചിലർ പറയുന്നത് പോലെ, ആ വാദം ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, ഹും മുർത്തദ്ദൂന അനിൽ ഇസ്ലാം, അവർ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായ ആളുകളാണ്. ഇദാ ഉഖീമത് അലൈഹിമുൽ ഹുജ്ജ, ഇദാ ഉഖീമത് അലൈഹിം അൽ ഹുജ്ജ, അവർക്ക് മേൽ തെളിവ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ മുർത്തദ്ദാണ് എന്നാണ് പറയുക. വ ഇല്ല, അതല്ലെങ്കിൽ ഫഹും മഅ്ദൂറൂന ബിജഹ്ലിഹിം, അവർക്ക് അവരുടെ അറിവില്ലായ്മ കാരണത്താൽ ഒഴിവ് നൽകപ്പെടുമെന്ന് ഷെയ്ഖ് അബ്ദുർ റസാഖ് അഫീഫി റഹിമഹുല്ലാഹ് പറയും. അഥവാ ഒരു വിശ്വാസി, ഒരു മുസ്ലിമായ ഒരു വ്യക്തി അള്ളാഹു ഖബറാളികളെ വിളിച്ചു തേടുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്താലും അവനെ പരിഗണിക്കുക എന്തായിട്ടാണ്? മുസ്ലിമിന് ശിർക്ക് സംഭവിച്ചതായിട്ടാണ്, മുസ്ലിമിന് ശിർക്ക് സംഭവിച്ചതായിട്ടാണ്. അതല്ലാതെ അവൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഷഹാദത്ത് മാത്രം പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവുമോ? ഷെയ്ഖ് എന്താ പറഞ്ഞത്? ഷെയ്ഖിന്റെ ഫതാവ അൽ ഹറമുൽ മക്കിയിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അതിൽ കാണാം, ഷെയ്ഖ് പറഞ്ഞു ആരെങ്കിലും ഷഹാദത്ത് ഉച്ചരിച്ചാൽ തന്നെ അയാൾ മുസ്ലിം ആകും. സുമ്മ വഇൻ ജാഅ മാ യുഖാലിഫുഹു ഔ യുനാഖിദുഹു, പിന്നീട് ഷഹാദത്തിനെതിരായ എന്തെങ്കിലും അയാളിൽ നിന്ന് സംഭവിച്ചാൽ അയാൾ എന്തായി പരിഗണിക്കും? മുർത്തദായി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ശരീഅത്തിന്റെ ഭരണകൂടം നിലനിൽക്കുന്ന ഒരു നാട്ടിലാണെങ്കിൽ ഒരാൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാഫിർ പറഞ്ഞാൽ അയാൾ എന്തായി പരിഗണിക്കും? മുസ്ലിമായി പരിഗണിക്കും. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക? അതിനുശേഷം അയാൾ എന്തെങ്കിലും ഒരു കുഫ്രൻ പ്രവർത്തനം ചെയ്താൽ അല്ലെങ്കിൽ ഷിർക്ക് ചെയ്താൽ അയാളെ മുർത്തദ്ദായി കണ്ടിട്ടാണ് അവിടെ കൊലപാതകം, അദ്ദേഹത്തെ കൊന്നുകളയും, ഖിസാസ് നടപ്പിലാക്കും. ശരീഅത്തിന്റെ ഭരണകൂടമാണെങ്കിൽ, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ. നേരെ മറിച്ചൊരു സാധാരണ കാഫിർ അവിടെ താമസിക്കുന്നവരാണെങ്കിൽ അവരങ്ങനെ നടപ്പിലാക്കുമോ? ഇല്ല. ഇപ്പൊ ശരീഅത്ത് ഏത് സാഹചര്യത്തിലും പരിഗണിച്ചിരിക്കുന്ന ഈ ഒരു രീതിയാണ്. ഒരു വിശ്വാസി എപ്പോഴാണ് വിശ്വാസിയാവുക? ഞാൻ ആവർത്തിക്കുകയാണ്, ഒന്നുകിൽ മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി ജനിക്കുക, അല്ലെങ്കിൽ അവൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ഷിർക്ക് സംഭവിച്ചാൽ മുസ്ലിമിൽ നിന്ന് ഷിർക്ക് സംഭവിച്ചതാണ് പരിഗണിക്കുക, മുസ്ലിമിൽ നിന്ന് ഷിർക്ക് സംഭവിച്ചതായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂഉൽ ഫതാവയിൽ പറയുന്നതായി കാണാം, ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു, അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനു മുമ്പ് കാഫിറാണല്ലോ, അതിനുശേഷമാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. പിന്നീട് അയാളിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു പോയി, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യും, എന്താവട്ടെ, അങ്ങനെയാണെങ്കിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉലമാക്കളുടെ ഇജ്മാഉ ഉദ്ധരിക്കുന്നുണ്ട് അയാൾ കാഫിറാവില്ല എന്ന വിഷയത്തിൽ.
ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടൻ ആ വ്യക്തിക്ക് അറിയില്ല. ആ വ്യക്തിയിൽ നിന്ന് ഈ കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ അയാൾ കാഫിറാവുകയില്ല എന്ന വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ഇജ്മാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറഞ്ഞാൽ മാത്രം അയാൾ മുസ്ലിമാവുമോ? ഷെയ്ഖ് പറഞ്ഞു, മുസ്ലിമാകും. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഷഹാദത്ത് പറയലാണ്. അത് പറഞ്ഞ ഏതൊരുവനും അവൻ മുസ്ലിമാണ്. അവനിൽ നിന്ന് പിന്നെ എന്തെങ്കിലും ഒരു കുഫർ സംഭവിച്ചാൽ ആ ചർച്ച എന്താണ്? മുസ്ലിമിൽ നിന്ന് കുഫർ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതാണ് ചർച്ച. അവിടെയാണ് ഉസ്ർ ബിൽ ജഹലിന്റെ മസ്അല വരുന്നത്. ഞാൻ ഈ വാദം പറഞ്ഞത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ഇവരിന്നീ നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടക്കുന്ന അഭിപ്രായം, അഥവാ ഈ ഷിർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ അവർ അടിസ്ഥാനപരമായി കാഫിറാണ് എന്ന് പറയുന്ന വാദം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ പോലും പറഞ്ഞ വാദമല്ല. സനാനി അങ്ങനെ പറഞ്ഞത് ഉലമാക്കൾ തള്ളിയിട്ടുണ്ട്. എന്നിട്ട് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ പറയാണ്, ഇത് അഹ്ലുസുന്നത്തിന്റെ വാദമല്ല, മറിച്ച് അഹ്ലുസുന്നയുടെ വാദം ഉസ്ർ അഹ്ലുസുന്നന്റെ വാദം അവനെ മുസ്ലിമിനെ ഷിർക്ക് സംഭവിച്ചവനായിട്ടാണ് പരിഗണിക്കുക. അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാദം എന്ന് ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ മിസ്ബാഹുൽ അലാമിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? അത് നിങ്ങൾ ശരിക്കും പഠിക്കണം. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇന്നിവർ സ്വീകരിക്കുന്ന നിലപാട് ഉലമാക്കളുമായി ഒരു ബന്ധവുമില്ലാത്ത നിലപാട് എന്ന് പറഞ്ഞാൽ പുതിയൊരു വാദമാണത്. അഹ്ലുസുന്നന്റെ ഒരു ആലിമും സ്വീകരിക്കാത്ത വാദം, അഹ്ലുസുന്നന്റെ പരിഗണിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ പോലും പറയാത്ത വാദമാണ് ഇവർ ഈ പറഞ്ഞ വാദം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവരുടെ ഉദ്ദേശം എന്തല്ല, സലഫികൾക്കിടയിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കലൊന്നല്ല, മറിച്ച് ഷെയ്ഖ് റബീഅ പറഞ്ഞതുപോലെ സലഫികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്. അപ്പം അതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ അവരുടെ ഫിത്നയിൽ നാം പെട്ടുപോകാൻ പാടില്ല. അഹ്ലുസുന്നന്റെ ഒരു ആലിമും പറയാത്ത വാദം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരുവൻ വന്ന് പറയുമ്പോഴേക്ക് നാം അവൻ്റെ പിന്നാലെ പോകാൻ മാത്രം നമ്മുടെ ദീന് ബലഹീനമായോ? അപ്പം അത് നാം ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ പറയുന്ന ഒരു ശുബഹത്താണ്, നാം ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടങ്ങിയാൽ മതി. ഉലമാക്കൾ ഉദ്ർ കൊടുത്തു എന്നതൊന്നും നാം നോക്കേണ്ട ആവശ്യമില്ല. ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടങ്ങുക, അതാണ് പ്രമാണം. ഉലമാക്കൾ ഉദ്ർ കൊടുത്തു എന്നത് പറയേണ്ടതില്ല, അല്ലെങ്കിൽ എന്ന വിഷയത്തിലേക്കും നമ്മൾ നോക്കേണ്ടതില്ല. ഇവിടെ ഇൽമിന്റെ ഫളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലമാക്കൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രവാചകൻ പറഞ്ഞു, ലൈസ മിന്ന മൻ ലം യുജില്ല കബീറന വയർഹം സഗീറന വയഅരിഫ് ലിആലിമിന ഹഖ. പണ്ഡിതന്മാരെ ബഹുമാനിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളൊക്കെ നമുക്കറിയാം. അതൊക്കെ ഒരു വശത്ത് മാറ്റി നിർത്തിയാലും ഈ പറയുന്ന വ്യക്തി ഒരു വാദം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ അതിൻ്റെ ഒരു ഹഖീഖത്ത് ചിന്തിച്ചു നോക്കിയാൽ എന്താ സംഭവിക്കുന്നത്? അവൻ പറയാണ്, നിങ്ങൾ എൻ്റെ വാദം സ്വീകരിക്കുക, ഞാൻ ഈ പറയുന്നത് സ്വീകരിക്കുക. ഉലമാക്കൾ എല്ലാവരും പറയുന്നത് എന്ത് ചെയ്യണം? നിങ്ങളങ്ങ് തള്ളിക്കളയണം. ഈ വ്യക്തി ആരാണ്? ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ വാദം ഇതാണ്, നിങ്ങൾ ഉലമാക്കളിലേക്ക് മടങ്ങേണ്ടതില്ല, ഖുർആനും സുന്നത്തും എടുക്കണം. എൻ്റെ ഖുർആനും സുന്നത്തും എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? അയാൾ പറഞ്ഞുതരും. അതാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. അയാളാണ് നമുക്ക് വിശദീകരിച്ചു തരിക. അപ്പോൾ ഈ വന്ന എല്ലാ ഉലമാക്കളും, ഇമാം അഹ്മദും ഇമാം ഷാഫിഈയും ഷെയ്ഖുൽ ഇസ്ലാമും അവരൊക്കെ, കാരണം ഇമാം അഹ്മദ് ഉദ്ർ നൽകിയിട്ടുണ്ട്, ഇമാം ഷാഫിഈ ഉദ്ർ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വളരെ വ്യക്തമായി ഉദ്ർ നൽകിയിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊന്നും എടുക്കണ്ട, മറിച്ച് ഖുർആനും സുന്നത്തും നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന്, നമ്മളാണ് പറഞ്ഞു തരിക, അവരാണ് പറഞ്ഞു തരിക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇൽമ് പഠിക്കേണ്ടത് പണ്ഡിതന്മാരിൽ നിന്നാണ് എന്ന ആശയത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ധാരാളം ഹദീസുകളിൽ. ഒരു ഹദീസ് നമുക്ക് കാണാം, ഈ ഇൽമ് എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുക? എങ്ങനെയാണ്? ബിമൗത്തിൽ ഉലമാ, ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്. അപ്പോൾ ആ ഇൽമ് എവിടുന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? ഉലമാക്കളിൽ നിന്ന്. ഇപ്പം ഇവരെന്ത് പറയും? ഉലമാക്കളുടെ മാർഗമാണോ തെളിവ്? ഖുർആനും സുന്നത്തല്ലേ? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് പലരും ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഖുർആനും സുന്നത്തിലേക്കല്ല നമ്മൾ മടങ്ങേണ്ടത്. നമ്മൾ ആരും പറയുന്നത് ഏതെങ്കിലും ഒരു ആലിമിനെ അന്ധമായി പിൻപറ്റണമെന്നല്ല, മറിച്ച് ഉലമാക്കൾ ഇതുവരെ സ്വീകരിച്ചു വന്ന പൊതുവായ രീതികളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഉദ്ർ ബിൽ ജഹലിന്റെ മസലയിൽ ഉലമാക്കൾ സ്വീകരിച്ച ഒരു പൊതു രീതിയുണ്ട്. എന്താണത്? പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക, പരസ്പരം ആക്ഷേപിക്കാതിരിക്കുക. ഒരു അഭിപ്രായം ഒരാൾ കണ്ടാൽ ആ അഭിപ്രായം മറ്റൊരുവൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കാതിരിക്കുക. ഇതാണ് ഉലമാക്കൾ സ്വീകരിച്ച രീതി. അപ്പോൾ ഉലമാക്കളെ പൊതുവായ രീതിയിൽ നിന്ന് മാറി നമ്മൾ മാത്രം ഈ ദീന് മനസ്സിലാക്കിയവർ, ഇമാം അഹ്മദോ ഷെയ്ഖുൽ ഇസ്ലാമോ അല്ലെങ്കിൽ സമീപകാലം ജീവിച്ച ഇബ്നു ബാസിനും ഇബ്നു ഉസൈമിനൊന്നും മസല മനസ്സിലായിട്ടില്ല. കാരണം അവർ പരസ്പരം ശത്രുത പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഉദ്ർ ഇല്ല എന്ന് പറഞ്ഞു, അല്ലേ?
ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഉദ്റുണ്ട് എന്ന് പറഞ്ഞു. അവർ പരസ്പരം ബഹുമാനിച്ചിരുന്നില്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇബ്നു ബാസും ഇബ്നു ഉസൈമീൻ പരസ്പരം ബഹുമാനിച്ചു എന്നതിൽ? എന്തുകൊണ്ടാണ് അവർ പരസ്പരം ശത്രുത വെക്കാത്തത്? ഇന്ന് ഈ ഉദ്ർ നൽകാത്ത ആളുകൾ അവരെന്ത് ചെയ്യും? ഉദ്റുണ്ട് എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് മുർജിയാക്കൾ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇബ്നു ബാസ് ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ കുറിച്ച് പറയാതിരുന്നത്? സമകാലികരല്ലേ? എന്തുകൊണ്ടാണ് അവർ പറയാതിരുന്നത് ഇയാൾ മുർജി ആണെന്നുള്ളത്? എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? ഷെയ്ഖ് ഇബ്നു ബാസിന് അറിയില്ലേ ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ അഭിപ്രായം? ഷെയ്ഖ് അൽബാനി പറഞ്ഞു മസ്അലയിൽ ഉദ്റുണ്ട്. എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് ഇയാൾ മുർജി ആണെന്ന് പറയാത്തത്? കാരണം ആ മസ്അലയിൽ അവർ സംസാരിച്ചത് ഇൽമിന്റെ മാനദണ്ഡത്തിലാണ്. അവർക്ക് ഇൽമുണ്ടായിരുന്നു. അതുകൊണ്ട് മസ്അലയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ചിലർ വന്ന് അവർ ആകെ മനസ്സിലാക്കിയത് ഉദ്റില്ല എന്ന അഭിപ്രായം മാത്രമാണ്. ശേഷം അവരെന്ത് പറയും? ഈ ഉലമാക്കളൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ കാര്യം, ഇവർ ഈ സ്വീകരിച്ചിരിക്കുന്ന രീതി അഹ്ലുസുന്നന്റെ ഒരു ആലിമും സ്വീകരിക്കാത്ത രീതിയാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, ഒരു ആലിമിന്റെയും പിൻബലമില്ലാത്ത അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറയാത്ത വാദമാണോ ഇവരുടെ വാക്ക് കേട്ട് നമ്മൾ എടുക്കേണ്ടത്? ഇവരാണോ അവരെക്കാളും കൂടുതൽ ഇൽമുള്ളവർ, അള്ളാഹുങ്കൽ കൂടുതൽ അഫ്ളലായ ആളുകൾ? അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഈ മസല പറഞ്ഞതുപോലെ ഇന്നും എൻ്റെ ഉദ്ദേശം ഈ മസലയിൽ നിങ്ങൾ ഏത് അഭിപ്രായം തിരഞ്ഞെടുക്കുന്നു എന്നതല്ല. ഇപ്പം നിങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് സ്വീകരിച്ച അഭിപ്രായമാണ് ശരി, അല്ലെങ്കിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ സ്വീകരിച്ച അഭിപ്രായമാണ് ശരി, അല്ലെങ്കിൽ ഷെയ്ഖ് അൽബാനിയും ഇബ്നു ഉസൈമീനും ഷെയ്ഖ് അബ്ദുർ റസാഖ് അഫീഫിയും ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സഅദിയും ഒക്കെ സ്വീകരിച്ച ഉദ്റുണ്ട് എന്ന അഭിപ്രായമാണ് ശരി. ഏത് നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഉലമാക്കൾ ഈ മസലയോട് സമീപിച്ചൊരു സമീപനമുണ്ട്. ഞാൻ ആവർത്തിച്ചത് പറയാണ്, ആ സമീപനത്തിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. എന്താണ് ആ സമീപനം? അവരാരും പൊതുജനങ്ങളെ ഒന്നടങ്കം തക്ഫീർ നടത്തിയിട്ടില്ല. ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കാലഘട്ടത്തിൽ എത്രയെത്ര സാധാരണ ആളുകൾ ഈ പല രാജ്യങ്ങളിലുമുണ്ട്. ഷെയ്ഖിന്റെ അരികിലേക്ക് പല ചോദ്യങ്ങളും വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ഷെയ്ഖ് ഇബ്നു ബാസ് ഇവരെല്ലാവരും കാഫിറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി സാധാരണക്കാരെ പോട്ടെ. അമ്പിയാക്കളെ കുറ്റം പറയുന്നതിന്റെ വിധി എന്താണ്? സംശയമുണ്ടോ കുഫ്രാണെന്നുള്ളതിൽ? സയ്യിദ് ഖുതുബ് അമ്പിയാക്കളെ കുറ്റം പറഞ്ഞു എന്നതിൽ ആർക്കും സംശയമുണ്ടോ? ഇല്ല. സയ്യിദ് ഖുതുബ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു ളിലാലുൽ ഖുർആനിൽ. അതെല്ലാവർക്കും അറിയാം. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ എന്തുകൊണ്ടാണ് സയ്യിദ് ഖുതുബിനെ കാഫിറാക്കാത്തത്? നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കുക. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ സയ്യിദ് ഖുതുബിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് കാഫിറാക്കുന്നില്ല എന്ന് ചോദിക്കപ്പെടുന്നുണ്ട്. ഷെയ്ഖ് പറഞ്ഞു അദ്ദേഹത്തെ കാഫിറാക്കുന്നില്ല, അദ്ദേഹം തെറ്റുപറ്റിയതാണ്. ഇപ്പം ഇവർ ഈ കാണിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ മനഹജാണ് ഇവർക്കുള്ളത് എങ്കിൽ എന്തുകൊണ്ടാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ തക്ഫീർ നടത്താത്തത്? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ജഹ്മിയാക്കളെ വാദം, മുഅ്തസിലിയത്തിന്റെ വാദം സയ്യിദ് ഖുതുബ് പറഞ്ഞു, പക്ഷേ തക്ഫീർ നടത്തിയിട്ടില്ല. അതാണ് നേരത്തെ നിങ്ങൾക്ക് ലഭിച്ച 5 വസായകളിൽ പറഞ്ഞത്. ഒരു ആലിമിന്റെ സംസാരം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഒരു സംസാരം മാത്രം എടുക്കരുത്, മറിച്ച് പൊതുവായി അദ്ദേഹം സ്വീകരിക്കുന്ന ശൈലി നിങ്ങൾ നോക്കുക. ഇന്നിവർ സാധാരണക്കാരൊക്കെ നിങ്ങൾ കാഫിര്യങ്ങളാണെന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിൽ സംശയമുണ്ടെന്ന് പറയുമ്പോൾ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ റൂസുകളെ, അവരിൽപ്പെട്ട പ്രധാനപ്പെട്ടവരെ തക്ഫീർ നടത്തിയിട്ടില്ല. മാത്രമല്ല റവാഫിദുകളുടെ വിശ്വാസം നിങ്ങൾക്കറിയില്ലേ? ഖുർആൻ കുറവാണെന്ന് വിശ്വസിക്കുന്നു, അബൂബക്കറിനെയും ഉമറിനെയും കുറ്റം പറയുന്നു. അവരുടെ മഹ്ദി വന്നു കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാര ശിക്ഷാ നടപടി നടപ്പിലാക്കുമെന്ന് അവർ പറയുന്നു. ഖുർആൻ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അവർ ഏറ്റവും നല്ലവരാണെന്ന വിധി നൽകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഷിർക്കിന്റെ വാദം പറയുന്ന ആളുകൾ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനോടൊരു ചോദ്യം വരുന്നു, യൂട്യൂബിൽ കാണാം. റാഫിദിയാക്കളിൽപ്പെട്ട സാധാരണക്കാരെ തക്ഫീർ നടത്തേണ്ടതുണ്ടോ? ഷെയ്ഖിന്റെ മറുപടി എന്താ? അഖി ലാ യുകല്ലിഫുക അല്ലാഹു ബിഹാദ. ഇതൊന്നും അള്ളാഹു നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ല. എന്നിട്ട് ഇന്ന് ചില ആളുകൾ വന്നിട്ട് നമ്മളെല്ലാവരെയും തക്ഫീർ നടത്താം. എത്ര നിസ്സാരമായിട്ടാണ് ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ബിദ്അത്തിന്റെയും അല്ലെങ്കിൽ ദലാലത്തിന്റെയും കുഫറിന്റെ വാദങ്ങൾ പറഞ്ഞവരെ തക്ഫീർ നടത്താതിരുന്നത്? ഇപ്പോൾ ഉലമാക്കൾ തൗഹീദിന്റെ പ്രാധാന്യം പറയുമ്പോൾ അവർ പറയും ഈ വിഷയത്തിൽ ഉദ്റില്ല. ചില പണ്ഡിതന്മാർ ഈ വിഷയം അത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അമലിയൻ, അവരുടെ അമലിൽ അവരെങ്ങനെയാണത് പ്രാവർത്തികമാക്കിയത്? അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു അമല് കൂടിയാണല്ലോ. അവരെങ്ങനെ ഇത് പ്രാവർത്തികമാക്കി? ഉദ്റുണ്ട് എന്ന് കാണുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ എത്രമാത്രം ഷെയ്ഖ് ഇബ്നു ബാസ് ബഹുമാനിച്ചിരുന്നു. ഉദ്റുണ്ട് എന്ന് പറയുന്ന ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് ഇബ്നു ബാസ് പറയുന്നു, ഈ കാലഘട്ടത്തിലെ ദീനിന്റെ ഹദീസിന്റെ മുജദ്ദിദാണ് ഷെയ്ഖ് അൽബാനി. ഷെയ്ഖ് അൽബാനിന്റെ വാദം എന്താ? ഒരാളിൽ നിന്ന് ഷിർക്ക് സംഭവിച്ചാൽ അയാൾക്ക് അറിവില്ലെങ്കിൽ അയാൾക്ക് ഉദ്റുണ്ട്. ആ അൽബാനിയെ കുറിച്ച് ഇബ്നു ബാസ് ഇവിടെ നിന്ന് പറയുന്നത് എന്താ? ഈ കാലഘട്ടത്തിലെ മുജദ്ദിദാണ്. അപ്പൊ അവർ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന അവരുടെ ഒരു അമല് അത് നിങ്ങൾ നോക്കുക. അവരെങ്ങനെയാണ്
ആളുകളോട് പെരുമാറിയത്. മാത്രമല്ല ഷെയ്ഖ് ഇബ്നു ബാസ് തന്നെ ഈ വിഷയത്തിൽ പറയുന്നതായി കാണാം. അല്ലെങ്കിൽ ലജ്നത്തു ദായിമയുടെ ഫത്വയിൽ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ, അതുപോലെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അഫീഫിയുടെ നേതൃത്വത്തിൽ വന്ന ഒരു ഫത്വയുടെ ചെറിയ ഭാഗം വായിക്കാം, അധികം ദീർഘിപ്പിക്കില്ല. അദ്ദേഹം പറയുകയാണ്, ലാ യജൂസു ലിതായിഫത്തിൽ മുവഹിദീൻ. ശരിക്കും ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക. ഒരു ഉദ്ർ നൽകുന്ന ആളുകളെ കുറിച്ച് കുറ്റം പറയുന്നവർ, അല്ലെങ്കിൽ അവരെ തക്ഫീർ നടത്തുന്നവർ, നാട്ടിലുള്ള സാധാരണ ഖുബൂരികളെ മുസ്ലിമീങ്ങളായി കാണുന്നു എന്നതിൻ്റെ പേരിൽ അവരെ തക്ഫീർ നടത്താൻ ധൈര്യപ്പെടുന്നവർ, ഷെയ്ഖ് ഇബ്നു ബാസ് പറയാണ്, ലാ യജൂസു, അല്ലെങ്കിൽ ലജ്നത്തു ദായിമ പറയുന്നു, ലാ യജൂസു ലിതായിഫത്തിൽ മുവഹിദീൻ. മുവഹിദീങ്ങൾക്ക് അനുവദനീയമല്ല. അല്ലദീന യഅതഖിദൂന കുഫ്റ ഉബ്ബാദിൽ ഖുബൂർ. ഒരു നാട്ടിലുള്ള ഖബറാരാധകരെ കാഫിറാക്കുന്ന മുവഹിദീങ്ങൾക്ക് അനുവദനീയമല്ല. അൻ യുകഫിറു ഇഖ്വാനഹുമുൽ മുവഹിദീൻ. അവരുടെ മറ്റ് സലഫി അഖീദയിലുള്ള തൗഹീദുള്ള ആളുകളെ തക്ഫീർ നടത്തുക എന്നുള്ളത് എന്തിൻ്റെ പേരിൽ? അല്ലദീന തവഖഫു ഫീ കുഫ്രിഹിം ഹത്താ തുഖാമ അലൈഹിമുൽ ഹുജ്ജ. അവരുടെ നാട്ടിലുള്ള ഖബറാരാധകർ അവരുടെ മേൽ തെളിവുകൾ സ്ഥാപിക്കപ്പെടുന്നതുവരെ അവരെ കാഫിറാക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ച മുവഹിദീങ്ങളെ തക്ഫീർ നടത്താൻ ബാക്കിയുള്ള മുവഹിദീങ്ങൾക്ക് അധികാരമില്ല എന്ന് ഷെയ്ഖ് പറയുന്നു. ഷെയ്ഖ് പറഞ്ഞു, എന്തുകൊണ്ടാണ്? ലിഅന്ന തവഖുഫഹും അൻ തക്ഫീരിഹിം ലഹു ശുബ്ഹത്തുൻ വഹിയ ഇഅ്തിഖാദുഹും അന്നഹു ലാ ബുദ്ദ മിൻ ഇഖാമത്തിൽ ഹുജ്ജ അലാ ഉലൈകൽ ഖുബൂരിയീൻ. ശേഷം ഷെയ്ഖ് പറയാണ്, എന്തുകൊണ്ടാണ് ഈ മുവഹിദീങ്ങൾ, ഒരു വാഖിഅയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ അവരെല്ലാവരും കാഫിര്യങ്ങളാണെന്ന് പറയാത്തത്? അവർക്ക് അറിവില്ലായ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഉദ്ർ നിലനിൽക്കുന്നുവെങ്കിൽ, അവർക്ക് ഉദ്ർ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ മുവഹിദീങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ തക്ഫീർ നടത്താൻ പാടില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും അബ്ദുർ റസാഖ് അഫീഫിയുടെയും നേതൃത്വത്തിലുള്ള ഉലമാക്കൾ ഫത്വ നൽകുന്നു, ലജ്നത്തു ദായിമയുടെ ഫത്വയിൽ. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ഇവരിന്ന് കാണിക്കുന്ന ഈ പ്രവർത്തനം അവരുടെ അഭിപ്രായം സ്വീകരിക്കാത്ത ആളുകളെയൊക്കെ കുറ്റം പറയാൻ. എന്നിട്ട് എന്ത് പറയുന്നു? ഖബറാരാധകരെ തക്ഫീർ നടത്തുന്നില്ല, അതുകൊണ്ട് നിങ്ങളും കാഫിര്യങ്ങളാണ്. ഈ വാദം ഇങ്ങനെ ചെയ്യരുത് എന്ന് ഉദ്ർ ഇല്ല എന്ന് പറയുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നു. ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും അബ്ദുർ റസാഖ് അഫീഫിയുടെയും നേതൃത്വത്തിലുള്ള ഫത്വ ബോർഡ് പറയുകയാണ്. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, അവർക്ക് ഇൽമുണ്ട്, ഈ മസ്അല എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ വിഷയം നാം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഉലമാക്കളുടെ അമലിലേക്ക് നിങ്ങൾ നോക്കിയാൽ, ഞാൻ നേരത്തെ പല ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ സയ്യിദ് ഖുതുബിനെ തക്ഫീർ നടത്തുന്നില്ല. അതുപോലെ തന്നെ ഹസനുൽ ബന്ന പല ആ രൂപത്തിലുള്ള വാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ തക്ഫീർ നടത്തുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ബക്രിയെ തക്ഫീർ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ സർസൂരിയെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തക്ഫീർ നടത്തിയിട്ടില്ല. സുബുക്കിയെ തക്ഫീർ നടത്തിയിട്ടില്ല. ഇഖ്നായിയെ തക്ഫീർ നടത്തിയിട്ടില്ല. ഈ ആളുകളൊക്കെ പറഞ്ഞ വാദം എന്തായിരുന്നു? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാമെന്ന വാദങ്ങളടക്കം ഷിർക്കുൻ അക്ബർ വിശ്വസിച്ച ആളുകളായിരുന്നു ഇവരൊക്കെ. പക്ഷെ അവരെ തക്ഫീർ നടത്തിയിരുന്നില്ല. ഇനി ഇമാം അഹ്മദിന്റെ കാലം നിങ്ങൾ നോക്കൂ. ഇമാം അഹ്മദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായൊരു ഫിത്ന എന്താ? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് പറഞ്ഞു, ആരെങ്കിലും ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ആ വാക്ക് കുഫറിന്റെ വാക്കാണ്. അന്നത്തെ ഭരണാധികാരികളെ ഇമാം അഹ്മദ് കാഫിറാക്കിയിരുന്നു. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കുക, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ പേരിൽ ഹൽ കഫർ അൽ ഇമാം അഹ്മദ് അൽ മഅ്മൂൻ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, അങ്ങനെ അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ ഷെയ്ഖിന്റെ വോയിസ് വരും. ഷെയ്ഖ് പറയുന്നു, ഇല്ല, ഇമാം അഹ്മദ് തക്ഫീർ നടത്തിയിട്ടില്ല. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞവരെ തക്ഫീർ നടത്തിയിട്ടില്ല. തയ്യിബ് ഇബ്നു അബി ദുആദ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരാളെ ഇമാം അഹ്മദ് തക്ഫീർ നടത്തി, ഇതേ വാദം പറഞ്ഞതിന്റെ പേരിൽ. എന്താണ് കാരണം? ഇബ്നു അബി ദുആദിന് നല്ല ഇൽമുണ്ടായിരുന്നു. ഇമാം അഹ്മദ് അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് ഇമാം അഹ്മദ് ഈ വിഷയത്തിൽ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഭരണാധികാരിയെ തക്ഫീർ നടത്തിയില്ല എന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂഉൽ ഫതാവയിൽ പറയുന്നതായി കാണാം, ഈ ഭരണാധികാരികൾക്ക് വേണ്ടി ഇമാം അഹ്മദ് ദുആ ചെയ്യുമായിരുന്നു, അവർക്ക് വേണ്ടി റഹ്മത്ത് പറയുമായിരുന്നു. ശേഷം എന്തുകൊണ്ടാണ് കാരണം? ഇമാം ഇബ്നു തൈമിയ്യ പറയാണ്, അവർ പറഞ്ഞ വാദം കുഫ്റിന്റെ വാദമാണെങ്കിലും അവരിൽപ്പെട്ട ഓരോരുത്തരെയും തക്ഫീർ ചെയ്യുക എന്നുള്ളത് ഇമാം അഹ്മദ് ചെയ്തില്ല. കാരണം ആ സമയത്തുള്ള വലാലത്തിന്റെ ഉലമാക്കൾ ആ ഭരണാധികാരികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇതാണ് സത്യമെന്നായിരുന്നു. അതുകൊണ്ട് ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ആളുകളെ ഇമാം അഹ്മദ് എന്ത് ചെയ്തിട്ടില്ല? എല്ലാവരെയും കാഫിറാക്കിയിട്ടില്ല. അവരെ മുസ്ലിമീങ്ങളായി പരിഗണിച്ചു. അവരുടെ പിന്നിൽ നിസ്കാരം അനുവദനീയമാണെന്ന് ഇമാം അഹ്മദ് പറഞ്ഞു. ഇനി
ഞാൻ കഴിഞ്ഞ ദർശനം സൂചിപ്പിച്ചിരുന്നു. ഞാനിത് മുമ്പ് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഇമാം അഹ്മദ് അവരുടെ പിന്നിൽ നിസ്കരിച്ചപ്പോൾ വീട്ടിലെത്തി മാറ്റി നിസ്കരിച്ചിരുന്നു. അത് മറ്റൊരു മസലയാണ്. നമ്മുടെ മസല തക്ഫീർ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നിസ്കാരം സൂക്ഷ്മതയുടെ കാര്യത്തിൽ പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം ഇമാം അഹ്മദ് ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ കുഫറിൻ്റെ വാദം പറഞ്ഞവരെ തക്ഫീർ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഉലമാക്കളുടെ രീതി, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല നവവിയെ കാഫിറാക്കിയിട്ടുണ്ടോ? ഇമാം നവവിയെ, ഹാഫിദ് ഇബ്നു ഹജറിനെ, ഇബ്നു ഹസ്മിനെ കാഫിറാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേട്ടിരുന്നോ? അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഹുക്ം എന്താണ്? കുഫറാണ്, ഖുർആനെതിരാണ്. ഖുർആനിൽ പറയുന്ന റഹ്മാനു അലൽ അർശി ഇസ്തവ. അശഅരി മദ്ഹബിൽപ്പെട്ട എത്ര ഉലമാക്കൾ ആ വാദം പറഞ്ഞു. അതുപോലെ തന്നെ അശഅരി മദ്ഹബിലെ ഉലമാക്കളിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസമാണ് അള്ളാഹുവിന് 7 സിഫത്തുകളേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് ഇബ്നു ബാസ് അശഅരി മദ്ഹബിലെ ഉലമാക്കളെ തക്ഫീർ നടത്താത്തത്? കാരണം അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ചില വിഷയങ്ങളിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പണ്ഡിതന്മാർ അവർക്ക് നൽകി. ഇതാണ് പണ്ഡിതന്മാർ അവരുടെ വിഷയത്തിൽ പരിഗണിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഉലമാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്, പൊതുരീതി. ആ രീതി നാം പരിഗണിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതല്ലാതെ ഇന്ന് ഈ ആളുകൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനം, ആ ഒരു മനഹജ് പ്രിയപ്പെട്ടവരെ ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമും സ്വീകരിക്കാത്തതാണ്. ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമും. ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ ധാരാളമായി സംസാരിച്ച്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരിയുടെ ഷറഹിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഉദ്റില്ല എന്ന് പറയുന്നവർ എന്ത് തെളിവാണ് അവർക്ക് കൊണ്ടുവരാനുള്ളത് എന്ന് എനിക്കറിയില്ല എന്ന് വരെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. ഓരോരുത്തർ അവരുടെ വീക്ഷണമായി ജീവിച്ചു. ഷെയ്ഖ് റബീഅ് പറഞ്ഞതുപോലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലം മുതൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ ഒരാൾക്കിടയിലും ഫിത്ന ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർ അവരവരുടെ വാദം പറഞ്ഞു, അവരുടെ കിതാബുകൾ എഴുതി വെച്ചു, അവർ പോയി. എന്നാൽ ഹദ്ദാദികൾ വന്ന് ഈ വിഷയത്തിൽ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. അത് നമ്മുടെ നാട്ടിലും ഇന്നെത്തി. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉലമാക്കളുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഇവർ വ്യാപകമായി പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? ഇന്ന് ഒരു സാധാരണക്കാരൻ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാലോ മറ്റോ ഒന്നും അയാൾക്കൊരു ഉദ്റുണ്ട് അല്ലെങ്കിൽ ജഹലുണ്ട് എന്ന് പറയുക സാധ്യമല്ല. എന്തുകൊണ്ടാണ്? ഇൽമു വ്യാപകമായി എല്ലായിടത്തും പല സംവാദങ്ങൾ നടന്നിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യാപകമായി എന്ന് പറയുന്നത് ഇവിടുത്തെ തൗഹീദി പ്രസ്ഥാനം നടത്തിയിരിക്കുന്ന പല ദഅവത്തുകളും അത് കേൾക്കുന്ന എത്ര വിഭാഗം ജനങ്ങളുണ്ട്? വളരെ ചുരുങ്ങിയ ആളുകളാണ്. ഇനി ഈ കേട്ട ആളുകൾ തന്നെ അവരുടെ പല ആളുകളുടെയും ചിന്താധാര എന്താണ്? ഇവർ പ്രവാചകനെ ബഹുമാനിക്കാത്തവരാണ്, ഇവർ നബിയെ ഇഷ്ടപ്പെടാത്തവരാണ്, ഇവർ പ്രവാചകനെതിരെ പറയുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഇമാം അഹ്മദിന്റെ വിഷയത്തിൽ ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ ഭരണാധികാരികളെ വലാലത്തിന്റെ ഉലമാക്കൾ പിഴപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ പല ജനങ്ങളെയും ഇവിടുത്തെ പണ്ഡിതന്മാർ പിഴപ്പിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മസല അറിയില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇന്നത്തെ കാലഘട്ടത്തിലാണോ കൂടുതൽ അറിവില്ലായ്മ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഇൽമു വ്യക്തമായി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലാണോ കൂടുതൽ വ്യക്തമായത്? അതല്ല സഹാബത്തിന്റെ കാലഘട്ടത്തിലാണോ? ആരുടെ കാലത്താ? സഹാബത്തിന്റെ കാലത്ത്. സംശയമുണ്ടോ? ഖുദാമത്ത് ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു കള്ള് അനുവദിച്ചുകൊണ്ട്, കള്ള് ഹലാലാണ് എന്ന് പറഞ്ഞു, അദ്ദേഹം കള്ള് കുടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസന്നഫ് അബ്ദുർ റസാഖിൽ ഇത് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു കള്ള് ഹലാലാണ്. പരിശുദ്ധ ഖുർആനിലെ ലൈസ അലൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജുനാഹുൻ ഫീമാ തഅമു എന്ന് പറയുന്ന ആയത്തിനെ അദ്ദേഹം വിശദീകരിക്കുകയും അദ്ദേഹം കള്ള് കുടിക്കുകയും ചെയ്തു. ഇത് പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹം കള്ള് അനുവദിച്ച് ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടിച്ചത്. അതല്ലാതെ ഒരു ഹറാമ് ചെയ്യാൻ ഉദ്ദേശത്തിലല്ല, മറിച്ച് കള്ള് ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ള് കുടിച്ചു. ഏതെങ്കിലും ഒരു സഹാബി ഖുദാമത്ത് ബിൻ മദ്ഊനെ കാഫിറാക്കിയിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നസീഹത്ത് കൊടുത്തു, അദ്ദേഹത്തോട് മാറാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ കള്ള് കുടിച്ചതിന്റെ പേരിൽ ഹദ് അഥവാ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. അതല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് കാഫിറാണെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെതായ ഒരു തഅ്വീൽ ഉണ്ടായിരുന്നു. ആ ആയത്ത് മനസ്സിലാക്കിയതിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയതാണ്. അപ്പം അത് ശർഅ അംഗീകരിച്ചു, ശർഅ പരിഗണിച്ചു. ഇവരീ പറയുന്നത് പോലെയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവർ പറയുന്നു ഇൽമു വ്യാപകമാണ്. ഇപ്പൊ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇതിനേക്കാളും ഇൽമു വ്യാപകമായിരുന്നു. എന്നിട്ടും ഒരു സഹാബിക്ക് അടിസ്ഥാനം അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കുഫറിന്റെ ഇനം ഒരു സഹാബിയിൽ വന്നപ്പോൾ സഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹു അടക്കം അവർക്ക് ഉദ്ർ കൊടുത്തു. ഇപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം ദുർറുസ് സനിയയിൽ ചില മസലകൾ പറയുമ്പോൾ സംസാരിക്കുന്നതായി കാണാം.
അദ്ദേഹം പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാക്കുകളാണ്. ഇന്നീ തൗഹീദി ദഅവത്ത് ഇങ്ങനെ വ്യാപിക്കാൻ പ്രധാന കാരണത്തിൽ ഒരാൾ അദ്ദേഹമാണല്ലോ. അദ്ദേഹം പറയുന്നു, വഇദാ കുന്നാ ലാ നുകഫിർ, നാം തക്ഫീർ നടത്തുന്നില്ല എങ്കിൽ, മൻ അബദ സനം, വിഗ്രഹത്തെ ആരാധിച്ചവരെ, അല്ലദി അലാ ഖബ്രി അബ്ദുൽ ഖാദിർ ജിലാനിയുടെ ഖബറിനെ ആരാധിക്കുന്നവർ, അവരെ നാം തക്ഫീർ നടത്തുന്നില്ല എങ്കിൽ, വസ്സനം അല്ലദി അലാ അഹ്മദ് അൽ ബദവിയുടെ ഖബർ ആരാധിക്കുന്നവരെയും നാം തക്ഫീർ നടത്തുന്നില്ല എങ്കിൽ, വഅംസാലിഹിമ ലിഅജലി ജഹ്ലിഹിം, അവരുടെ അറിവില്ലായ്മ കാരണത്താൽ, വഅദമി മൻ യുനബ്ബിഹുഹും, അവർക്ക് ഇതിൽ മുന്നറിയിപ്പ് നൽകാൻ ഒരാളില്ലാത്ത കാരണത്താൽ അവരെ നാം തക്ഫീർ നടത്തുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹം തുടരുകയാണ്. ഈ വിഷയത്തിൽ പോലും അറിവില്ലാത്ത കാരണത്താലും അവർക്ക് ആ വിഷയത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളില്ലാത്തതിൻ്റെ പേരിലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവർക്ക് ഉസ്ർ കൊടുത്തിട്ടുണ്ട്. അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഖബർ ആരാധിക്കുന്ന, അതുപോലെ തന്നെ അഹ്മദ് അൽ ബദവിയെ ഖബർ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ വിഷയം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തൗഹീദിന്റെ വിഷയത്തിൽ അലസത കാണിക്കാൻ പാടില്ല. പക്ഷേ ഈ മസല പറഞ്ഞത് ഒരു വ്യക്തിക്ക് അറിവില്ലായ്മ കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് പരിഗണിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയാണ്. മറ്റൊരു കാര്യം, ഇന്ന് ചിലർ പറയുന്നൊരു ശുബഹത്താണ്, ചിലരുടെ സംസാരങ്ങളും മറ്റൊക്കെ കണ്ടു. എനിക്കൊരു സഹോദരൻ ഒരു എഴുത്ത് അയച്ചു തന്നിരുന്നു. അതിൽ പറയുന്നത്, കള്ള് കുടിക്കുന്നവൻ മദ്യപാനി, വ്യഭിചരിക്കുന്നവൻ വ്യഭിചാരി, എന്നാൽ ശിർക്ക് ചെയ്യുന്നവനെ മുശ്രിക്ക് എന്ന് പറയുന്നില്ല. ഇതൊരു പരിഹാസ രൂപത്തിൽ, ഇത് ആളുകൾ കാണുമ്പോൾ എന്താ പെട്ടെന്ന് കരുതുക, ഷിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാവുമല്ലോ, കാരണം ഷിർക്ക് സംഭവിച്ചു, പിന്നെ മുശ്രിക്കാവേണ്ടേ. എന്തുകൊണ്ടാണ് അവിടെ പണ്ഡിതന്മാർ വേർതിരിവ് പറഞ്ഞത്? ഈ പറയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക, ഷിർക്ക് ചെയ്യുന്നവൻ എല്ലാ സാഹചര്യത്തിലും മുശ്രിക്കാകുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ച് റുബൈഅ ബിൻത് മുഅവ്വിദ് എന്ന് പറയുന്ന ആ സഹാബി വനിതയുടെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് ഷിർക്കാണോ അല്ലേ? അള്ളാഹുവിന് മാത്രമുള്ള കഴിവ് പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെക്കുറിച്ച് അവർ കാഫിറാണെന്ന് പറഞ്ഞോ? ഇല്ല. അവരോട് ഷഹാദത്ത് ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഷിർക്ക് ചെയ്യുന്ന എല്ലാവരെയും മുശ്രിക്കാണെന്ന് പറയാത്തത്? ദീൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. ദീൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇപ്പം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കുറ്റം പറഞ്ഞു. പ്രവാചകനെ കുറ്റം പറയുന്നതിന് ഹുക്കം എന്താ? ഖാദി ഇയാദ് പറയുന്നു, അതുപോലെ മാലിക് മദ്ഹബിലെ സുഹ്നൂൻ റഹിമഹുല്ല പറയുന്നു, ഇജ്മാ ആണ്, പ്രവാചകനെ കുറ്റം പറഞ്ഞാൽ അത് കാഫിറാണ്. അമ്മാർ ബിൻ യാസിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറഞ്ഞു. ഇപ്പം നമ്മൾ പറയോ ഷിർക്ക് അല്ലെങ്കിൽ കുഫ്ർ ചെയ്തവൻ കാഫിറാണ്, അതുകൊണ്ട് അമ്മാർ ബിൻ യാസിർ കാഫിറാണെന്ന് പറയോ? ഇല്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? അദ്ദേഹത്തിന് അവിടെ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അൽ ഇക്റാഹ്, അദ്ദേഹത്തെ നിർബന്ധിച്ചിരുന്നു. ഈ ഒരു വേർതിരിവ്, കുഫ്ർ ചെയ്ത അല്ലെങ്കിൽ ഷിർക്ക് ചെയ്ത എല്ലാവരെയും അവർ കാഫിറാണ് എന്ന് പറയാതിരിക്കാനുള്ള കാരണം ശർഅ് അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ തെറ്റിപ്പോയി, അയാൾ കുഫ്റിന്റെ വാക്ക് പറഞ്ഞു. വിശ്വാസങ്ങൾ പറഞ്ഞതുപോലെ ഒരു അടിമ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക്, അള്ളാഹു നീയാണ് എൻ്റെ അടിമ എന്ന് പറഞ്ഞു. ഇത് കുഫ്റിന്റെ വാക്കല്ലേ? അയാൾ കാഫിറാക്കിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറാക്കിയിട്ടില്ല. അപ്പം അവിടെ ശർഅ് എന്ത് പരിഗണിച്ചു? ആ വ്യക്തിയുടെ അയാൾക്ക് തെറ്റിപ്പോയി സംസാരിച്ചതാണ് എന്നുള്ളത് ശർഅ് പരിഗണിച്ചു. അതുപോലെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു നിർബന്ധിത സാഹചര്യത്തിൽ കുഫ്റിന്റെ വാക്ക് പറഞ്ഞപ്പോൾ ശർഅ് അമ്മാർ ബിൻ യാസിറിനെ കാഫിറാക്കിയിട്ടില്ല. അതുപോലെ ഒരു വ്യക്തി, നിങ്ങളൊക്കെ കേട്ട സംഭവമായിരിക്കും, അദ്ദേഹം ധാരാളം പാപങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കത്തിക്കുകയും അത് നിങ്ങൾ കാറ്റിൽ പറത്തിക്കളയുകയും ചെയ്യണം, ചില റിവായത്തിൽ കടലിൽ ഒഴുക്കുകയും ചെയ്യണം. അള്ളാഹുവിന് ശിക്ഷ ഭയന്നുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അഥവാ എന്നെ അള്ളാഹുവിന് അങ്ങനെ ചെയ്താൽ അള്ളാഹു അവനെ തിരിച്ചതുപോലെ കൊണ്ടുവരാൻ ഖുദ്റത്തില്ല എന്ന രീതിയിൽ ആ വ്യക്തി പറഞ്ഞു. കുഫ്റിന്റെ വാദമായിരുന്നു. അവസാനം അള്ളാഹു അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുകയും അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, താങ്കളെ അള്ളാഹുവെ നിന്നെ പേടിച്ചിട്ടാണ്. ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ തഅ്വീൽ മുഖ്തലിഫുൽ ഹദീസ് എന്ന കിതാബിൽ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിൻ്റെ സിഫത്തിനെ കുറിച്ച് ജാഹിലായിരുന്നു, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ആ ജഹല് കാരണത്താൽ ഏത് വിഷയത്തിലാണ്? അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു ആ വ്യക്തിയുടെ വിഷയം ഇബ്നു ഖുതൈബ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യക്തി അവിടെ തക്ഫീർ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പം അദ്ദേഹത്തിൽ നിന്നുണ്ടായത് കുഫറാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നെ ചില ആളുകൾ പറയുന്ന പോലെ അടിസ്ഥാന കാര്യങ്ങളിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളിൽ, എല്ലാവർക്കും അറിയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് വ്യത്യാസമായിരിക്കും.
അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് അയാൾക്ക് ബോധമില്ലായിരുന്നു. എന്നാൽ വേറൊരാൾക്ക് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് നന്നായി അറിയാം, വേറൊരു വിഷയത്തെക്കുറിച്ചായിരിക്കും അജ്ഞത. ഇപ്പോൾ ഖുദാമത്ത് ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ തെറ്റുപറ്റിയത് അദ്ദേഹം കള്ളിൻ്റെ വിഷയത്തിൽ കള്ള് ഹലാലാക്കി. അപ്പോൾ ഓരോരുത്തർക്ക് അവരുടെ അറിവില്ലായ്മ വ്യത്യസ്ത മേഖലകളിലായിരിക്കും, അത് ശറഅ് പരിഗണിച്ചു. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ പൂർവ്വകാല ഉലമാക്കളുടെ അധിക പേരും, ഞാൻ അധിക പേരും എന്ന് പറയാൻ കാരണം അല്ലാഹു അലമിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല, ഏകദേശം അധിക പേരും പറഞ്ഞത് ഉദ്റുണ്ട് എന്ന അഭിപ്രായമാണ്. ഉദ്റുണ്ട് എന്ന അഭിപ്രായമാണ്. ഇപ്പോൾ ഖുർആൻ്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം എന്താണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഇനി ഒരാൾ പറയാണ് എനിക്ക് അറിയില്ല, ഞാനൊന്നും പറയില്ല, ഖുർആൻ്റെ വിഷയത്തിൽ ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന വാദം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ മിണ്ടാതിരുന്നാലും അവൻ കാഫിറാകും, കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറയണം. അബൂ സുർഅത്ത് അർ-റാസി അതുപോലെ അബൂ ഹാത്തിം അർ-റാസി അവരുടെ അഖീദയിൽ അവരുടെ മകൻ അവരോട് ചോദിച്ചു, ഖുർആനിൻ്റെ വിഷയത്തിൽ എന്താണ് നമ്മുടെ വിശ്വാസം? അപ്പോൾ അവർ പറഞ്ഞു, ഒരു വ്യക്തി ജാഹിലായ കാരണത്താൽ ഖുർആൻ്റെ വിഷയത്തിൽ ഞാനൊന്നും പറയുന്നില്ല, അഥവാ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറയുന്നില്ലെങ്കിൽ അവനെ തക്ഫീർ നടത്തരുത്, മറിച്ച് അവൻ തബ്ദീഅ നടത്തണം. തക്ഫീറിൻ്റെ വിഷയം പാടില്ല എന്ന നിലയിൽ അവർ പറഞ്ഞത് തബ്ദീഅ നടത്തണം. കാഫിറാക്കണമെങ്കിൽ അവരെന്ത് പറയണമായിരുന്നു? കാഫിറാക്കണമെന്ന് പറയണമായിരുന്നു. ഞാൻ പറഞ്ഞത് മുൻഗാമികളായ ഉലമാക്കളിൽ പലരും ഉദ്ർ നൽകിയ ആളുകളാണ്. അതാണ് ഇമാം അഹ്മദിൻ്റെ പ്രവർത്തനത്തിൽ കാണുന്നത്. ഭരണാധികാരികളെ തക്ഫീർ നടത്തിയിട്ടില്ല. അതാണ് സമീപകാലം ജീവിച്ച അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന എല്ലാ ഉലമാക്കളിലും കാണുന്നത്. അവരാരും ഈ തക്ഫീറിൻ്റെ വിഷയം അവരൊരു അഭിപ്രായം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ സാധാരണക്കാരെയോ അല്ലെങ്കിൽ അവർക്കെതിരായ വാദങ്ങൾ സ്വീകരിക്കുന്നവരെയോ ഒന്നും തക്ഫീർ നടത്തിയതായി എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നിങ്ങൾ ഉദ്റുണ്ട് എന്ന അഭിപ്രായം എടുക്കുകയോ ഉദ്റില്ല എന്ന അഭിപ്രായം എടുക്കുകയോ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. നിങ്ങൾ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷേ ഈ വിഷയത്തിൽ ഉലമാക്കൾ സ്വീകരിച്ച നിലപാട്, ആ നിലപാട് പ്രിയപ്പെട്ടവരെ അതിൽ നാം ഒതുങ്ങണം. ഇപ്പം നിങ്ങളുടെ അരികിലുള്ള ഒരാൾ പറയാണ്, ഞാൻ വിശ്വസിക്കുന്നത് ഉദ്റുണ്ട്, ഷിർക്കുൽ അക്ബറിൽ ഉദ്റുണ്ട്. ഒരാൾ കുഫർ സംഭവിച്ചു പോയാൽ, ഷിർക്ക് സംഭവിച്ചു പോയാൽ അയാൾക്ക് അറിവില്ലായ്മ കാരണത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായീകരണമുള്ള കാരണത്താൽ, വ്യാഖ്യാനമുള്ള കാരണത്താലാണ് അദ്ദേഹം അത് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരുവൻ പറഞ്ഞാൽ ആ വാദം അംഗീകരിക്കാൻ, അഥവാ അവൻ ഉദ്ർ കൊടുക്കുന്ന വാദം അംഗീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് വിശാലാകണം. അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കാണിച്ചെന്ന രീതിയാണ്. അത് അഹ്ലുസുന്നയുടെ എല്ലാ ഉലമാക്കളും സകലവരും ഇന്നീ പറയുന്ന ഇവരീ കൊണ്ടുവന്ന വാദം അഹ്ലുസുന്നന്റെ ഒരു ആലിമിനും അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. ഇവർ ഈ കാണിച്ച രീതി ഏത് ആലിമാണ് നടത്തിയിട്ടുള്ളത്? ഒരു ആലിമിന്റെ പേര് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ നടത്തിയിട്ടുണ്ടോ? ഷെയ്ഖ് ബിൻ ബാസ് നടത്തിയിട്ടുണ്ടോ? ഒരു ആലിം ഇവർ ഈ കാണിക്കുന്ന രീതിയിൽ, അഥവാ അവരിൽ കുഫർ സംഭവിച്ചു, അവൻ കാഫിറാണ്, അവനെ കാഫിറാക്കാത്തവനൊക്കെ കാഫിറാണ് എന്ന നിലയിൽ ഒരു ആലിമിന് അങ്ങനെ പ്രവർത്തിച്ചതായിട്ട് ഒരാൾക്ക് ഇവിടെ തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ആലിമും പ്രവർത്തിച്ചിട്ടില്ല. കാരണം അവർക്ക് ഇൽമുണ്ട്, അതുകൊണ്ട് ഇൽമിൻ്റെ മാനദണ്ഡത്തിൽ അവർ പ്രവർത്തിച്ചു. പിന്നെ ചിലവർ പറയുന്നത് പോലെ അതൊക്കെ മസ്ലഹത്ത് കൊണ്ടായിരിക്കും അവർ ചെയ്യാത്തത്, നമ്മൾ ചെയ്യാം എന്ന് പറയുന്നതൊക്കെ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞൊഴിയുക എന്നതേ ഉള്ളൂ. അവർക്ക് മസ്ലഹത്തുണ്ട്, നമുക്ക് മസ്ലഹത്തില്ല, നമ്മളൊക്കെ തികഞ്ഞ ആളുകളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഈ ഉലമാക്കൾ സ്വീകരിച്ച രീതി അത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അവരുടെ മാർഗം നാം പിൻപറ്റുക. നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുക, പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ചരിത്രം, അദ്ദേഹം ഒന്നും ഈ പറഞ്ഞ ആളുകളെ ഒന്നും കാഫിറാക്കിയിട്ടില്ല, അത് കുഫറിൻ്റെ വാദമാണ് എന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിട്ടും. ഇതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ആവർത്തിച്ച് പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഭാഗങ്ങളുടെ തെളിവുകൾ പറഞ്ഞ് അതിനെ ഖണ്ഡിക്കുക എന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സ്ഥാപിക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. മറിച്ച് ഈ വിഷയത്തിൽ അഹ്ലുസുന്ന സ്വീകരിച്ച നിലപാടിൽ നിന്ന് പുതിയൊരു നിലപാട്, ഹദ്ദാദികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന നിലപാടുകളിലേക്ക് ദയവേത് നാം പോകാൻ പാടില്ല. മറിച്ച് നമ്മുടെ ദീൻ വിലപ്പെട്ടതാണ്. ഈ ദീനിനെ നമ്മൾ സംരക്ഷിക്കുക. ആരുടെയെങ്കിലും വാക്ക് കേട്ട്, ഇപ്പം നേരത്തെ നമ്മുടെ ഉസ്താദ്മാർ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ വിഷയം സംസാരിക്കുന്ന ചില ആളുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ കേരളത്തിൽ ഈ ഫിത്ന കൊണ്ടുവന്ന ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രമേ സംസാരിക്കൂ. അദ്ദേഹത്തിന് തൗഹീദി ദഅവത്തില്ല, ഷിർക്കിനെതിരിൽ ഒരു സംസാരമില്ല. ഇവിടെയുള്ള ഈ ആളുകളെ കാഫിറാക്കണം എന്ന് പറയുന്നതിന് പകരം ഈ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംസാരം അവർക്കില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ അവരിൽപ്പെട്ട ഈ നേതാവിനോടൊരിക്കൽ ഫിഖ്ഹിയായ മസാല നമുക്ക് പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് ആ വിഷയമൊന്നും അറിയില്ല, എനിക്ക് ആകെ ഇങ്ങനെ ജനങ്ങളെ തക്ഫീർ നടത്തുന്ന മസാല മാത്രമേ അറിയൂ. ആ വ്യക്തി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ അഹ്ലുസുന്നയുടെ ഒരു ദഅവത്തിലും പങ്കില്ലാതെ സലഫികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്ന ഇവർ ഷെയ്ഖ് റബീഅ പറഞ്ഞതുപോലെ ഹദ്ദാദി തരീഖത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരെ നാം സൂക്ഷിക്കുക. മാത്രമല്ല, ഉദ്റില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട നജ്ദിലെ ആലിമായ ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു അബാ ബത്തീൻ റഹിമഹുല്ലാ
അദ്ദേഹത്തെ തൊട്ട് ഷെയ്ഖ് സുലൈമാൻ ബിൻ സഹ്മാൻ റഹിമഹുല്ല അദ്ദേഹത്തിന് മിൻഹാജുൽ ഹഖിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം പറയാണ്, ഷെയ്ഖ് അബ്ദുള്ള ബാബജീൻ പറയാണ്, ഇന്ന് വലിയ അത്ഭുതം നാം കാണുകയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒമിൻ അൽ അജബി, ഇന്ന് വലിയ അത്ഭുതത്തിൽപ്പെട്ടതാണ് ചില ആളുകൾ നിസ്കാരം അറിയാത്ത, നോമ്പിൻ്റെ മസായിലുകളും നിസ്കാരത്തിൻ്റെ മസായിലുകളും അറിയാത്ത, അതിലൊരു വിഷയം ചോദിക്കപ്പെട്ടാൽ മറുപടി പറയാൻ കഴിവില്ലാത്ത ആളുകൾ ഈ വിഷയത്തിൽ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് അബ്ദുള്ള ബാബജീൻ പറഞ്ഞ വാക്കുകളാണിത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ആര് ചെയ്യേണ്ട പണിയാണ്? അത് പഠിച്ച ആളുകൾ ചെയ്യേണ്ട പണിയാണ്. പിന്നെ ഇതവരോട് പറഞ്ഞവരെന്ത് പറയും? ഷെയ്ഖ് ബിൻ ബാസിന്റെ ഇന്ന ഫത്വയിൽ, ഷെയ്ഖ് ഫൗസാന്റെ ഇന്ന ഫത്വയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആർക്കും സംസാരിക്കാം. അവരുടെ ബാക്കിയുള്ള സംസാരങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷെയ്ഖ് ഫൗസാൻ പറയുന്നുണ്ട് സാധാരണക്കാർ ഈ വിഷയം സംസാരിക്കേണ്ട, ലാ യുകല്ലിഫുക അല്ലാഹു ബിഹാദ, ഇത് അള്ളാഹു നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവർ നടത്തുന്ന ഈ പ്രവർത്തനം, ഇവർ പറയുന്ന ഈ കാഴ്ചപ്പാട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആലിമ് പോലും പറയാത്ത കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഇവരോട് വിഷയം സംസാരിക്കാൻ ചെന്ന ഉടൻ ഇവരെന്ത് പറയുന്നത്? ഉലമാക്കൾ എന്ന് പറയരുത്, ഖുർആനും സുന്നത്തും. കാരണം എന്താണ്? ഉലമാക്കളുടെ മാർഗത്തിലല്ല എന്നുള്ളത് അവരുടെ പ്രവർത്തനത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ്, അവരുടെ പ്രവർത്തനത്തിൽ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജിൽ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നിരന്തരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവെ ഫിത്നയിൽ ഒരു കാരണവശാലും അകപ്പെടുത്താൻ പാടില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലരും പെട്ടെന്ന് പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ പറയും ഇത് തൗഹീദിൻ്റെ വിഷയമാണ്. ഇപ്പം നേരത്തെ ഒരു സഹോദരൻ എന്നോട് ഈ വിഷയം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇപ്പം നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടത്തെക്കുറിച്ച്, നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ നോമ്പ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ബാക്കിയുള്ള ആളുകളെ കാഫിറാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ തൗഹീദിലുള്ള കുറവാണ് എന്ന്. നിങ്ങളുടെ തൗഹീദിനുള്ള കുറവാണ്. അപ്പം ഇങ്ങനെ ആളുകളോട് പറയുമ്പോൾ ആളുകൾക്ക് തൗഹീദിനോടുള്ള താല്പര്യം കാരണത്താൽ, ദീനിനോടുള്ള താല്പര്യം കാരണത്താൽ ഈ വിഷയത്തിൽ പെട്ടുപോകും. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞു, ഷെയ്ഖ് റബീഇന്റെ നസീഹത്ത് ഫിഖ്ഹ് പോലും പഠിക്കാത്ത ഒരുവൻ വന്ന് പറയുന്ന നസീഹത്താണോ സ്വീകരിക്കേണ്ടത്? അഹ്ലുസുന്നയുടെ ഇമാമായ ഷെയ്ഖ് റബീഅ് പറയുന്നു, സലഫികളായ ആളുകൾ ഈ മസലയിൽ നിന്ന് വിട്ടുനിൽക്കുക, ഈ മസലയിൽ ധാരാളമായി ഇങ്ങനെ സംസാരിക്കുന്നതിനെ തൊട്ട് വിട്ടു നിൽക്കുക. ആ നസീഹത്ത് നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അഹ്ലുസുന്നയുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. ഷെയ്ഖ് ഈ പറയുന്ന വാദം പോലെയാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ അഖീദ ശരിയല്ല, ഷെയ്ഖ് അൽബാനിയുടെ അഖീദ ശരിയല്ല, ഷെയ്ഖ് ഇബ്നു തൈമിയുടെ അഖീദ ശരിയല്ല. ഇവരുടെ വാദം അനുസരിച്ച് ഇവരുടെ അഖീദ ഒന്നും ശരിയല്ല. പിന്നെ എന്തുകൊണ്ട് ഇവരിത് പറയാത്തത്? ഇവർ ഈ വാദം പറഞ്ഞാൽ, ഇപ്പം ഇബ്നു തൈമിയക്ക് തെറ്റുപറ്റിയതാണ്, അൽബാനി തെറ്റുപറ്റി, ഇബ്നു ഉസൈമിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ഒരാളും അവരുടെ കൂടെ പിന്നെ നിൽക്കൂല. അപ്പൊ ജനങ്ങളെ ഈ വാദങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ വ്യക്തമായിട്ട് പറയട്ടെ, ഈ ഉദർ കണ്ട പണ്ഡിതന്മാർ അവരൊക്കെ മുർജിയാക്കളാണ്, അവർ അഹ്ലുസുന്നയുടെ അഖീദ മനസ്സിലാവാത്തവരാണെന്ന് പറയട്ടെ. എന്തുകൊണ്ട് അവർ പറയാത്തത്? ഈ വാദം പറഞ്ഞാൽ അവരൊരു കാരണവശാലും, സാധാരണക്കാർ ഈ ഉലമാക്കളോട് സ്നേഹമുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ആ വാദത്തിൽ ആരെയും കിട്ടൂല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ഖ് റബീഅ പറഞ്ഞ വാക്ക് തന്നെ ആവർത്തിച്ചാൽ ഹദ്ദാദികളെ പണി ഇവരെടുക്കുന്നത്, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, സലഫികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ മറ്റും വന്നതുപോലെ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ, നാം ഓരോരുത്തരും അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്, നമ്മോട് വിചാരണ ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കും ഇമാം അഹ്മദും പറഞ്ഞതുപോലെ, നമ്മുടെ ഇബാദത്ത്, നമുക്ക് നിർബന്ധമാകുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമുക്ക് വിചാരണ ഉണ്ടാവുക. അതല്ലാതെ നാട്ടുകാരെ നീ കാഫിറാക്കിയിരുന്നു, നാട്ടുകാരെ കാഫിറാക്കിയിട്ടില്ലേ, നിന്റെ നാട്ടിലുള്ളവരെ കുറിച്ചൊക്കെ നിനക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഇതൊന്നും എവിടെയും ആരും കൽപ്പിക്കപ്പെട്ട വിഷയമല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് എന്താണ്? ഇന്ന് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ എല്ലാവർക്കും കഴിയുന്നത് ഈ ഫോണും മറ്റുള്ളത് കൊണ്ടല്ലേ. പഴയ കാലഘട്ടത്തിൽ ബാക്കിയുള്ള നാട്ടുകാരുടെ അവസ്ഥ എങ്ങനെ ജനങ്ങൾ അറിയും? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രൂപത്തിൽ ഇവർ കാണിക്കുന്ന പ്രവർത്തനം അഹ്ലുസുന്നയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രവർത്തനമാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കിബാറുകളായ ഉലമാക്കൾ കാണിച്ചു തന്ന മാർഗം, അത് നാം മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായി മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.